കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് SCERT സയൻസ് ഭാഗത്ത് 9ാം ക്ലാസ്സിലെ പാഠം 3 ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 3 ശ്വസനവും വിസർജനവും. മനുഷ്യ അവയവ വ്യവസ്ഥയിൽ വരുന്ന ശ്വസന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയുമാണ് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ബേസിക് കാര്യങ്ങൾ 7ാം ക്ലാസ്സിൽ 5 പാഠഭാഗങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു പാഠഭാഗത്തിലൂടെ ശ്വസന വ്യവസ്ഥയിലും വിസർജന വ്യവസ്ഥയിലും വരുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 3 ശ്വസനവും വിസർജനവും. ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ, വാതക വിനിമയം, കോശ ശ്വസനം, ശ്വസനം മറ്റ് ജീവികളിൽ, യൂറിയ നിർമ്മാണം, മൂത്ര രൂപീകരണം, സസ്യങ്ങളിലെ വിസർജനം, ഹീമോഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ, സമസ്ഥിതി പാലനം. ആദ്യം ശ്വസന വ്യവസ്ഥ. എന്താണ് ശ്വസന വ്യവസ്ഥ? വായു ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. ശ്വസനം എന്ന പ്രക്രിയ ആദ്യമായി വിശദീകരിച്ചതാരാണ്? ആൻറ്റോയിൻ ലാവോസിയർ ആണ്. ശ്വസനം എന്ന പ്രക്രിയ ആദ്യമായി വിശദീകരിച്ചത് ആൻറ്റോയിൻ ലാവോസിയർ. ഇദ്ദേഹം ഇത് വിശദീകരിക്കുന്നതൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. ഈ ഒരു എക്സ്പെരിമെൻ്റ് അയാൾ വിശദീകരിക്കുമ്പോൾ അവിടെ ശ്വസനത്തിൻ്റെയും ജ്വലനത്തിൻ്റെയും ഉൽപ്പന്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശ്വസനം എന്ന് പറയുമ്പോൾ വായു അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രക്രിയ. ജ്വലനം എന്ന് പറയുന്ന കത്തുന്ന പ്രക്രിയയാണ് ജ്വലനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, താപോർജ്ജം, ATP അഡിനോസൈൻ ട്രൈ ഫോസ്ഫേറ്റ് എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATP. ജ്വലനത്തിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, താപോർജ്ജം, പ്രകാശോർജ്ജം. അപ്പോൾ ശ്വസനം എന്ന പ്രക്രിയ ആദ്യമായി വിശദീകരിച്ചത് ആൻറ്റോയിൻ ലാവോസിയർ ആണ്. ശ്വസനത്തിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, താപോർജ്ജം, ATP. ജ്വലനത്തിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, താപോർജ്ജം, പ്രകാശോർജ്ജം. ദെൻ മനുഷ്യ ശ്വസന വ്യവസ്ഥ. മനുഷ്യരിൽ ശ്വസനം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വായു അകത്തേക്കെടുക്കുകയും ഓക്സിജൻ അടങ്ങിയ വായു അകത്തേക്കെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വായു പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യ ശ്വസന വ്യവസ്ഥയിൽ ഒരുപാട് അവയവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. അപ്പോൾ അതിൻ്റെ ഡയഗ്രത്തിലേക്ക് കിടക്കാം. ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൊരു ഡയഗ്രമാണ്. ആദ്യം നമ്മൾ വായു അകത്തേക്കെടുക്കുന്നത് മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെയാണ്. അതായത് നാസരന്ധ്രങ്ങളാണ് ആദ്യം വരുന്നത്. അതിനുശേഷം വരുന്ന ഒരു പാർട്ടാണ് നാസഗഹ്വരം. നാസഗഹ്വരത്തിൽ നിന്ന് ഈ വായു വരുന്നത് ശ്വാസനാളത്തിലൂടെ പോവുകയാണ്. ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. ശ്വാസകോശത്തിലേക്ക് തുടങ്ങുന്നത് ഈ വൈറ്റ് ഭാഗം വരുന്ന ശ്വസനിയിലാണ്. ശ്വസനി ആണ് ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത്. ഈ ശ്വാസകോശത്തിൽ വെച്ച് ഒരുപാട് ശാഖകളായിട്ട് മാറുന്നു. ഇതിനെയാണ് ശ്വസനിക എന്ന് പറയുന്നത്. ഈ ശ്വസനികയിൽ നിന്ന് അതിൻ്റെ അഗ്രഭാഗത്ത് വരുന്ന ആൽവിയോളസിലേക്ക് വായു അറകളിലേക്ക് ഈ വായു എത്തുന്നു. അപ്പോൾ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ, അതായത് നാസരന്ധ്രത്തിലൂടെ എടുക്കുന്നു. നാസഗഹ്വരത്തിലേക്ക് എത്തുന്നു. നാസഗഹ്വരത്തിൽ നിന്ന് ശ്വാസനാളത്തിലൂടെ പോയി ശ്വസനിയിലെത്തുന്നു. ശ്വസനിയിൽ നിന്ന് ശാഖകളായിട്ട് തിരിഞ്ഞ് ശ്വസനികകളിലേക്ക് പോകുന്നു. ശ്വസനികയുടെ അഗ്രഭാഗത്തുള്ള ആൽവിയോളസിലേക്ക് വായു പ്രവേശിക്കുന്നു. അപ്പോൾ ശ്വസനിക എന്ന് പറയുന്നത് എന്താണ്? ശ്വസനിയുടെ ശാഖയാണ് ആൽവിയോളസിലേക്ക് തുറക്കുന്നത്. ശ്വസനികയിൽ നിന്നാണ്. ഈ ഡയഗ്രാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ പ്ലൂറ എന്ന് പറയുന്നത് എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള സ്ഥലത്തെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ് പ്ലൂറ. ദെൻ ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം. ഉദരാശയം എന്ന് പറയുന്നത് ആമാശയമൊക്കെ വരുന്ന ഭാഗമാണ് ഉദരാശയം. മുകളിൽ ശ്വാസകോശം, ഹൃദയമൊക്കെ വരുന്ന ഭാഗമാണ് ഔരസാശയം. ഈ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന ഒരു പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം. അപ്പോൾ ഫ്ലോ ചാർട്ട് വരുന്നത് നാസരന്ധ്രങ്ങൾ, നാസഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, ആൽവിയോളസ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ദെൻ ആൽവിയോളസ്. നമ്മൾ പറഞ്ഞു ശ്വസനികയിൽ നിന്ന് തുറക്കുന്നത് എങ്ങോട്ടാണ്? ആൽവിയോളസിലേക്കാണ്. ഡയഗ്രാം കാണുക. ശ്വസനിയുടെ അഗ്രഭാഗത്ത് കാണുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്ഥര അറകളാണ് ആൽവിയോളസുകൾ.
ഈ ശ്വസനിയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലസ്തര അറകളാണ് ആൽവിയോളസുകൾ. ഉപരിതലത്തിൽ ലോമികകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉപരിതലത്തിൽ ലോമികകൾ എന്ന് പറയുന്നത് രക്തം വരുന്ന പ്രവേശിക്കുകയും ചെയ്യുന്ന രക്തക്കുഴലുകളെയാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഇവ എന്തിനാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്? കാരണം ഇതിൽ നിന്ന് നമ്മൾ ഓക്സിജൻ അടങ്ങിയ വായുവാണ് അകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ആൽവിയോളസിലേക്ക് ഇവ എത്തുകയും ഇവയിൽ നിന്ന് ഈ ഓക്സിജൻ നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ കോശത്തിലേക്കും ഹൃദയത്തിലേക്ക് എത്തി അവിടെ നിന്ന് കോശത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഈ ഓക്സിജൻ എങ്ങനെയാണ് ഓരോ ശരീരഭാഗത്തേക്ക് പോകുന്നത്? രക്തത്തിലൂടെയാണ്. അപ്പോൾ രക്തത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനാണ് ഇവിടെ ആൽവിയോളസിൻ്റെ മുകളിൽ ലോമികകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കോശത്തിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ഈ രക്തത്തിലൂടെ വന്ന് ഹൃദയത്തിലൂടെയൊക്കെ പ്രവേശിച്ച് നമ്മുടെ ആൽവിയോളസിലേക്ക് ഇവ എത്തുന്നത് ഈ ആൽവിയോളസിൻ്റെ മുകളിൽ കാണുന്ന ലോമിക വഴിയാണ്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് എത്തിയാൽ അത് പിന്നീട് നമ്മൾ ശ്വസനത്തിലൂടെ പുറത്തു കളയുകയും ചെയ്യുന്നു. അങ്ങനെ 70 കോടിയിലധികം ആൽവിയോളസുകൾ ഒരു ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ ആൽവിയോളസ് അതുപോലെ തന്നെ ശ്വസന പ്രതല വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുകയാണ് ഇവയുടെ ധർമ്മം. ശ്വസന പ്രതല വിസ്തീർണം, അതായത് ഇത് ചുരുങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രതല വിസ്തീർണം കൂട്ടുകയും അതുപോലെ വാതക വിനിമയം കാര്യക്ഷമമാക്കുകയുമാണ് ആൽവിയോളസിൻ്റെ ധർമ്മമായിട്ട് വരുന്നത്. അപ്പോൾ ആൽവിയോളസുകൾ ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലസ്തര അറകളാണ് ആൽവിയോളസുകൾ. ഉപരിതലത്തിൽ ലോമികകൾ കാണപ്പെടുന്നു. 70 കോടിയിലധികം ആൽവിയോളസുകളുണ്ട്. ഇതിൻ്റെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയറാണ് വരുന്നത്. ശ്വസന പ്രതല വിസ്തീർണം വർദ്ധിപ്പിച്ചു വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. എന്താണ് വെന്റിലേഷൻ? അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരത്തെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ ശ്രദ്ധിക്കുക. ശ്വാസകോശത്തിൻ്റെ മുകളിൽ വരുന്ന പേശിയാണ് ഇൻ്റർകോസ്റ്റൽ പേശി. ശ്വാസകോശത്തിൻ്റെ മുകളിലുള്ള സ്ഥലമാണ് പ്ലൂറ. അതിന് മുകളിലായിട്ട് വരുന്ന പേശിയാണ് ഇൻ്റർകോസ്റ്റൽ പേശി. അതുപോലെ ഇതിന് സംരക്ഷണമായിട്ട് മുകളിൽ വാരിയെല്ലുകൾ വരുന്നുണ്ട്, താഴെ ഡയഫ്രം വരുന്നുണ്ട്. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ചുറ്റുഭാഗത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഇൻ്റർകോസ്റ്റൽ പേശി, അതിന് മുകളിലായിട്ട് വാരിയെല്ല്, താഴെ ഡയഫ്രം. അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരത്തെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഈ വെന്റിലേഷൻ നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. അതായത് ഉള്ളിലേക്ക് എടുക്കുന്നൊരു ഘട്ടം, പുറത്തേക്ക് വിടുന്നൊരു ഘട്ടം. അതാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസം എന്ന് പറയുന്നത് അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. നിശ്വാസം ശ്വാസകോശവായു അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ് നിശ്വാസം. അപ്പോൾ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഉച്ഛ്വാസവും നിശ്വാസവും ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് വെന്റിലേഷൻ. നമ്മൾ കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ ആ പാഠഭാഗത്ത് പഠിച്ചതാണ്. നിശ്വാസ സമയത്തും ഉച്ഛ്വാസ സമയത്തും ശരീരഭാഗത്തിനും ശ്വാസകോശത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും വേണം. നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗം കൂടിയാണ്. പഠിച്ചാലും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. മാറ്റം വരുന്നത് ഭാഗങ്ങൾ, സൂചകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഹാൻഡ് ബുക്കിൽ വരുന്നൊരു ടേബിളാണിത്. ഇൻ്റർകോസ്റ്റൽ പേശികളുടെ പ്രവർത്തനം. ഉച്ഛ്വാസ സമയത്ത് സങ്കോചിക്കുകയും നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. വാരിയെല്ലുകളുടെ ചലനം ഉച്ഛ്വാസ സമയത്ത് ഉയരുന്നു, നിശ്വാസ സമയത്ത് താഴുന്നു. ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം ഉച്ഛ്വാസ സമയത്ത് സങ്കോചിക്കുകയും നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഔരസാശയ വ്യാപ്തം ഉച്ഛ്വാസ സമയത്ത് കൂടുന്നു, നിശ്വാസ സമയത്ത് കുറയുന്നു. ശ്വാസകോശത്തിലെ വായുമർദ്ദം ഉച്ഛ്വാസ സമയത്ത് കുറയുകയും നിശ്വാസ സമയത്ത് കൂടുകയും ചെയ്യുന്നു. വായുവിൻ്റെ സഞ്ചാരം ഉച്ഛ്വാസം എന്ന് പറയുന്നത് പുറത്തു നിന്ന് അകത്തേക്കാണ്, നിശ്വാസം എന്ന് പറയുന്നത് അകത്തു നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ ഇൻ്റർകോസ്റ്റൽ പേശികളുടെ പ്രവർത്തനം ഉച്ഛ്വാസ സമയത്ത് ഇവ സങ്കോചിച്ചു വരുന്നു, നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു.
വാരിയെല്ലുകൾ നമ്മൾ വായു അകത്തേക്ക് വരുമ്പോൾ വാരിയെല്ലുകൾ ഉയർന്നു വരുന്നു. നിശ്വാസ സമയത്ത് അത് താഴ്ന്നു വരുന്നു. ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം ഉച്ഛ്വാസ സമയത്ത് അത് സങ്കോചിക്കുന്നു. എല്ലാം സങ്കോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവയിലേക്ക് വായു കുറയുന്ന സമയത്ത് വായു കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം സങ്കോചിക്കുന്നു. നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. ഔരസാക്ഷി വ്യാപ്തം ഉച്ഛ്വാസത്തിൽ കൂടുകയും നിശ്വാസത്തിൽ കുറയുകയും ചെയ്യുന്നു. ആ സമയത്ത് വ്യാപ്തം കൂടുമ്പോൾ വായുമർദ്ദം ഉച്ഛ്വാസ സമയത്ത് കുറയുന്നു, നിശ്വാസ സമയത്ത് കൂടുന്നു. വായുവിൻ്റെ സഞ്ചാരം പുറത്തുനിന്ന് അകത്തേക്കാണ് ഉച്ഛ്വാസത്തിൽ, അകത്തുനിന്ന് പുറത്തേക്കാണ് നിശ്വാസത്തിൽ. അപ്പോൾ ഇതാണ് ഒരു ശ്വസനം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ശ്വസനം. അകത്തേക്ക് കൊടുക്കുകയും പുറത്തേക്ക് വിടുകയും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നാസാരന്ധ്രത്തിൽ തുടങ്ങി ആൽവിയോളസിലേക്ക് എത്തുകയും ചെയ്യുന്ന ഈ പ്രക്രിയ. ഈ ഓക്സിജൻ എടുത്തിട്ട് പിന്നീട് ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓരോ കോശത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ കോശത്തിലും കോശ ശ്വസനം നടക്കുന്നുണ്ട്. അതായത് ഓക്സിജൻ അടങ്ങിയത് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഓരോ കോശത്തിലും. ഇതിനെയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. കോശത്തിൽ വെച്ച്, അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് പറയുകയാണെങ്കിൽ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം. അതായത് ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഈ ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുകയും ഊർജം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതിനുശേഷം ബൈ പ്രൊഡക്റ്റായിട്ട് ഈ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് കോശ ശ്വസനം നടക്കുന്നത്. ഒന്നാമത്തത് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തത് ക്രെബ്സ് സൈക്കിളും. ഗ്ലൈക്കോളിസിസ് ആണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. കോശ ശ്വസനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഇവ നടക്കുന്നത് കോശദ്രവത്തിലാണ്, അതായത് കോശത്തിനകത്ത് വരുന്ന ഭാഗത്താണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇതിന് ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറ്റുന്നു. 2 ATP ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് കോശ ശ്വസനത്തിൻ്റെ ആദ്യ ഘട്ടമാണ്. കോശദ്രവത്തിലാണ് നടക്കുന്നത്. ഇതിന് ഓക്സിജൻ ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. ഇവിടെ ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായിട്ട് മാറ്റുന്നു. ഈ ഒരു പ്രക്രിയയിൽ 2 ATP, അതായത് ഊർജ്ജം ഉണ്ടാകുന്നത് 2 ATP ആണ്, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ഗ്ലൈക്കോളിസിന് ശേഷം നടക്കുന്ന പ്രക്രിയയാണ് രണ്ടാമത്തെ ഘട്ടമാണ് ക്രെബ്സ് സൈക്കിൾ. കോശ ശ്വസനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ഇത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഗ്ലൈക്കോളിസിസ് അവിടെ പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് പ്രവേശിച്ച് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഓക്സിജൻ ഇവിടെ ആവശ്യമാണ്. പൈറുവിക് ആസിഡ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡും H2Oയും ഉണ്ടാവുന്നു. ഈ ഒരു പ്രക്രിയയിൽ 28 ATP ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കോശ ശ്വസനം എന്ന് പറയുന്നത് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം. 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. ഗ്ലൈക്കോളിസിസ് കോശ ശ്വസനത്തിൻ്റെ ആദ്യ ഘട്ടമാണ്. കോശദ്രവത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP നിർമ്മിക്കുന്നു. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാണ് ക്രെബ്സ് സൈക്കിൾ. കോശ ശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമാണ്. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കുന്നു. 28 ATP ഉണ്ടാവുന്നു. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ 2 ATP ഉണ്ടായി. ക്രെബ്സ് സൈക്കിളിൽ 28 ATP ഉണ്ടായി. ടോട്ടൽ 30 ATP ആണ് ഒരു കോശ ശ്വസനത്തിലൂടെ ഉണ്ടാവുന്നത്. ദെൻ ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ് ഈ ക്രെബ്സ് സൈക്കിൾ വിശദീകരിക്കുന്നത്. ഇദ്ദേഹം ജർമ്മൻകാരനായിരുന്നു. ക്രെബ്സ് സൈക്കിൾ വിശദീകരിച്ചത് ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ്. ഇദ്ദേഹത്തിന് ഈ ഒരു പ്രവർത്തനത്തിന് 1953 നോബൽ സമ്മാനം ലഭിക്കുന്നുണ്ട്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ സ്രോതസ്സാണ് ATP എന്ന് പറയുന്നത്. കോശ ശ്വസനത്തിൻ്റെ സമവാക്യം, അതായത് കോശ ശ്വസനത്തിൻ്റെ ഗ്ലൈക്കോളിസിസിലും ക്രെബ്സ് സൈക്കിളിലുമായിട്ട് നടക്കുന്ന ഈ കോശ ശ്വസനത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ
എൻസൈമുകളുടെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡും H2Oയും 30 ATPയുമായിട്ട് മാറുന്നു. കോശശ്വസനത്തിൻ്റെ സമവാക്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈമുകളുടെ സഹായത്തോടെയാണ് കാർബൺ ഡൈ ഓക്സൈഡും H2Oയും 30 ATPയുമായിട്ട് മാറുന്നു. കോശശ്വസനം ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോശങ്ങളിൽ നിന്നും ടിഷ്യൂ ദ്രവത്തിലേക്കും പിന്നീട് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. ഇനി കൃത്യമായിട്ട് കുറച്ച് ലെങ്തിയാണ് ഈ ചാപ്റ്റർ, പക്ഷേ കൃത്യമായിട്ട് ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കി പഠിക്കുക. കൃത്യമായിട്ട് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ട് നോട്ട് നിർമ്മിക്കുകയും ചെയ്യുക. അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലായി പഠിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഈ കോശശ്വസനത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് കോശശ്വസനം നടക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇവ പുറത്തേക്ക് തള്ളണം, ശ്വസനം വഴി പുറത്തേക്ക് വിടണം. അതിന് വേണ്ടിയിട്ട് എവിടെ എത്തണം? ഓരോ കോശത്തിൽ നിന്നും ഈ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് പ്രവേശിച്ച് അവ ശ്വാസകോശത്തിലേക്ക് എത്തണം. അപ്പോൾ ഈ എത്തുന്ന രീതിയാണ് പറയുന്നത്. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോശങ്ങളിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലേക്കും പിന്നീട് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. അതായത് നമ്മൾ ടിഷ്യൂ ദ്രവം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ടിഷ്യൂ ദ്രവം. അതായത് കോശങ്ങളിലൂടെ ഇടയിലുണ്ടാവുന്ന ദ്രവമാണ് ടിഷ്യൂ ദ്രവം. ഓരോ കോശത്തിനിടയിലേക്കും രക്തമല്ല, രക്തക്കുഴലുകൾ നമ്മുടെ ഓരോ കോശത്തിനിടയിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. ഈ രക്തക്കുഴലുകളിലൂടെയാണ് രക്തം സഞ്ചരിക്കുന്നത്. ഈ കുഴലുകൾക്കും കോശങ്ങൾക്കും ഒക്കെ ഇടയിലുണ്ടാവുന്ന ഭാഗത്തെയാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ശ്വസനഫലമായി ഉണ്ടാകുന്ന ടിഷ്യൂ ദ്രവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രക്തക്കുഴലിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ദ്രവമാണ് ടിഷ്യൂ ദ്രവമായിട്ട് മാറുന്നത്. ഈ ടിഷ്യൂ ദ്രവത്തിലേക്കാണ് കോശത്തിൽ നിന്നുള്ള വസ്തുക്കൾ വിനിമയം ചെയ്യപ്പെടുന്നത്. അപ്പോൾ കോശത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്ക് വരുന്നു. ഈ ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് രക്തക്കുഴലുകളിലേക്ക് പ്രവേശിച്ച് രക്തത്തിലേക്ക് എത്തുന്നു. രക്തത്തിലേക്ക് എത്തിയ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് സംഭവിക്കുന്നു? ഈ പ്രവേശിച്ച കാർബൺ ഡൈ ഓക്സൈഡിൽ 7% പ്ലാസ്മയിലേക്ക് ചേരുന്നു. 23% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായി മാറുന്നു. 70% കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ ജലവുമായി ചേർന്നിട്ട് ബൈകാർബണേറ്റായി മാറുന്നു. അപ്പോൾ 3 തരം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തിയിട്ട് 7% പ്ലാസ്മയിൽ ചേരുകയാണ്. അതിൽ 23% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനാവുന്നു. 70% കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ ജലവുമായി ചേർന്നിട്ട് ബൈകാർബണേറ്റായിട്ട് മാറുന്നു. അപ്പോൾ ആൽവിയോളാർ രക്തലോമികളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലെത്തുന്നു. പ്ലാസ്മയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലേക്കും അവയിൽ നിന്ന് രക്തത്തിലേക്കും എത്തി. ഇവയിൽ ഒരു ഭാഗം പ്ലാസ്മയിൽ ചേർക്കുകയും ഒരു ഭാഗം ബൈകാർബണേറ്റായി മാറുകയും ഒരു ഭാഗം കാർബമിനോ ഹീമോഗ്ലോബിനായി മാറുകയും ചെയ്തു. ഇവയെല്ലാം ഈ രക്തത്തിലൂടെ സഞ്ചരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് എത്തുന്നുണ്ട്. ശ്വാസകോശത്തിലെ ആൽവിയോൾസിന് മുകളിൽ നമ്മൾ പറഞ്ഞു ലോമികകളുണ്ട്. ഇവിടെ വരെ ഇവ എത്തുന്നു. ലോമികയിൽ വെച്ചിട്ട് ആൽവിയോൾസിൻ്റെ മുകളിലുള്ള ലോമികയിൽ വെച്ചിട്ട് ഈ ബൈകാർബണേറ്റ് ആയിട്ടുള്ളതും കാർബമിനോ ഹീമോഗ്ലോബിനായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വിഘടിച്ച് പ്ലാസ്മയിലേക്ക് ചേരുന്നു. അപ്പോൾ ആദ്യം 7% മാത്രമാണ് പ്ലാസ്മയിലേക്ക് ചേരുന്നത്. ബാക്കിയെല്ലാം ബൈകാർബണേറ്റും അല്ലെങ്കിൽ കാർബമിനോ ഹീമോഗ്ലോബിനാവാണ്. ഇവ ആൽവിയോളസിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള ലോമികയിൽ വെച്ച് വിഘടിച്ച് പ്ലാസ്മയിലേക്ക് ചേരുന്നു. അപ്പോൾ ഈ ലോമികയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അപ്പോൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരുപാട് കൂടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആൽവിയോളസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് ആൽവിയോളസിലേക്ക് എത്തി. ഇത് നിശ്വാസ സമയത്ത് ശ്വസന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡുകൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നു. ആൽവിയോളാർ വാതക വിനിമയം എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ആൽവിയോളസിൻ്റെ മുകളിലുള്ള ലോമികയിലേക്ക് എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നതെന്ന് നോക്കാം. ആൽവിയോളസിലെത്തിയ വായുവിൽ നിന്ന്
ഓക്സിജൻ രക്തത്തിലേക്കും രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലേക്കും കൈമാറുന്ന ഘട്ടമാണ് ആൽവിയോളാർ വാതകവിനിമയം. അതായത് ഉച്ഛ്വാസത്തിൽ നമ്മൾ ഓക്സിജൻ അകത്തേക്കെടുത്തു. ഈ ഓക്സിജൻ ശരീരഭാഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആൽവിയോളസിൽ നിന്ന് ലോമികയിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരപ്രവർത്തനത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലൂടെ വന്ന് ഈ ലോമികയിൽ വെച്ച് ആൽവിയോളസിലേക്കും പ്രവേശിക്കുന്നു. ഈ ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്ന് ആൽവിയോളസിലേക്കും കൈമാറുന്ന ഈ ഘട്ടമാണ് ആൽവിയോളാർ വാതകവിനിമയം. ടെസ്റ്റിൽ തന്നിട്ടുള്ള ഡയഗ്രാം ശ്രദ്ധിക്കുക. ഈ ബ്ലൂ കളറിൽ വരുന്നത് ആൽവിയോളസ് ആണ്. അതിന് മുകളിലായിട്ട് വരുന്ന യെല്ലോ ഭാഗമാണ് ലോമികയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബ്ലൂ ആൽവിയോളസിൽ ഓക്സിജൻ ഗാഢതയാണ് കൂടുതലായിട്ട് വരുന്നത്. ലോമികയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢതയും കൂടുതലായി വരുന്നു. അപ്പോൾ ഓക്സിജന് ലോമികയിലേക്ക് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ്. അപ്പോൾ ഓക്സിജൻ ആൽവിയോളസിൽ നിന്ന് രക്തത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്കും ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. ആൽവിയോളസിൻ്റെ ഒരു ഭിത്തി കാണപ്പെടുന്നുണ്ട്. ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമാണ് ആൽവിയോളസിൻ്റെ ഭിത്തി. ഒരു നിര കോശങ്ങളാണ്. അതുപോലെ തന്നെ രക്തലോമികയ്ക്കും ഒറ്റ നിര കോശ നിർമ്മിതിയാണുള്ളത്. ആൽവിയോളസിൻ്റെ ഭിത്തിയും രക്തലോമികയുടെ ഭിത്തിയും ഒറ്റനിര കോശങ്ങളാൽ നിർമ്മിതമാണ്. ദെൻ ഈ ആൽവിയോളസിൻ്റെ അഗ്രഭാഗത്തായിട്ട് ഈർപ്പം കാണപ്പെടുന്നുണ്ട്. ശ്വസനവാതങ്ങൾ ലയിക്കുന്നതിനും ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നതിനുമാണ് ഈ ഒരു ഈർപ്പം കാണപ്പെടുന്നത്. ദെൻ സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത് വികസിക്കാനും ചുരുങ്ങാനും ആൽവിയോളസുകളെ സഹായിക്കുന്ന പദാർത്ഥമാണ് സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത്. വികസിക്കാനും ആൽവിയോളസിനെ ചുരുങ്ങുന്നതിന് വായു വരുമ്പോൾ വികസിക്കാനും വായു പോയി കഴിയുമ്പോൾ ചുരുങ്ങാനും സഹായിക്കുന്നത് പദാർത്ഥമാണ് സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് പറയുന്നത് കോശശ്വസനം, അതുപോലെ കോശശ്വസനത്തിൽ നിന്ന് പിന്നീട് ഇത് ഹൃദയത്തിലേക്ക് എത്തുന്നതും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇത് ശ്വാസകോശം. ഈ മുഴുവനായിട്ട് കോശശ്വസനവും മനുഷ്യത്തിൽ നടക്കുന്ന എല്ലാ ശ്വസന വ്യവസ്ഥയും ഒരുമിച്ച് പറയുന്ന ഒരു ഡയഗ്രമാണിത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് നടക്കുന്നത് ആൽവിയോളാർ വാതകവിനിമയം. അതായത് ഓക്സിജൻ നമ്മൾ അകത്തേക്കെടുത്തു, അത് രക്തലോമികയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം. ആൽവിയോളസിലേക്ക് ഓക്സിജൻ്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോളാർ രക്തലോമികയിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. അതായത് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് നിർമ്മിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആൽവിയോളസിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതലാണ്. ഈ കൂടുതലായതിനാൽ ആൽവിയോളാർ രക്തലോമികയിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ഡയഗ്രം നോക്കുക, ഓക്സിജൻ ആൽവിയോളസിൽ അധികമാണ്. ഇവ എന്ത് ചെയ്യുന്നു? ലോമികയിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രവേശിച്ചത് രക്തത്തിൽ വെച്ചിട്ട് ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു. ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. അപ്പോൾ രക്തത്തിലേക്ക് ശ്വാസകോശത്തിൽ നിന്ന്, അതായത് ആൽവിയോളസിൽ നിന്ന് രക്തലോമികയിലെത്തി. ഈ ലോമികയിലെത്തിയതിനു ശേഷം ഈ ഓക്സിജന് സംഭവിക്കുന്നത് ചെറിയൊരു ഭാഗം പ്ലാസ്മയിൽ ലയിക്കുകയും ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് കാർബോമിനോ ഹീമോഗ്ലോബിനുമായി മാറുന്നു. ശേഷം ഈ രക്തം ശ്വാസകോശത്തിൽ നിന്ന് ഈ ഓക്സിജൻ അടങ്ങിയ രക്തം ശ്വാസകോശ സിരയിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. രക്തപര്യനവും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്സിജൻ അടങ്ങിയ ഈ രക്തം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരയിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഓക്സിജൻ അടങ്ങിയ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തി. ഈ ഓക്സിജൻ അടങ്ങിയ രക്തം പിന്നീട് എങ്ങോട്ടാണ് വേണ്ടത്? ഓരോ അവയവങ്ങളിലേക്കും കോശ ശ്വസനത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ ഓക്സിജൻ അടങ്ങിയ ഈ രക്തം പിന്നീട് മഹാധമനിയിലൂടെ ശരീരത്തിൻ്റെ ഓരോ അവയവ ഭാഗങ്ങളിലേക്കും എത്തുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിലെ ശ്വാസകോശ സിരയിലൂടെ വരികയും
ദെൻ ഹൃദയത്തിൽ വെച്ച് ഈ ഓക്സിജൻ അടങ്ങിയ രക്തം മഹാധമനിയിലൂടെ അവയവത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും പോകുന്നു. അപ്പോൾ ഈ ഓരോ ഭാഗത്തേക്കും പോകുന്ന ഈ വഴിയിൽ കോശത്തിനടുത്ത് വെച്ച് അങ്ങനെ ഓക്സിജൻ നമ്മുടെ പ്ലാസ്മയിലും കാർബമിനോ ഹീമോഗ്ലോബിനുമായിട്ടാണ് ഓക്സി ഹീമോഗ്ലോബിനുമായിട്ടാണ് രക്തത്തിലുള്ളത്. ഇത് ഹൃദയത്തിലെത്തുകയും മഹാധമനിയുടെ അവയവങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ദെൻ ഓരോ കോശത്തിനടുത്ത് വെച്ചും ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്നിട്ടാണ് വരുന്നത്. ഇത് വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. ദെൻ ശ്വസനം നടക്കുന്നതിന് വേണ്ടി രക്തത്തിൽ നിന്നും ഓക്സിജന് ടിഷ്യൂ ദ്രവത്തിലേക്ക് പ്രവേശിക്കും. ശേഷം ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് കോശത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ശ്വാസകോശത്തിൽ നിന്ന്, അതായത് ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ രക്തലോമികയിലേക്ക് പ്രവേശിച്ചു. രക്തലോമികയിൽ വെച്ച് അവ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനും കുറച്ച് ഭാഗം പ്ലാസ്മയിലും ലയിച്ചു. അത് ഹൃദയത്തിലേക്ക് ശ്വാസകോശ സിരയിലൂടെ ഹൃദയത്തിലേക്കെത്തി. ഹൃദയത്തിൽ നിന്ന് മഹാധമനിയിലൂടെ അവയവങ്ങളിലേക്കെത്തി. അവയവങ്ങളിൽ ഓരോ കോശത്തിനടുത്ത് വെച്ചും ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമായി. ഈ സ്വതന്ത്രമായ ഓക്സിജൻ ടിഷ്യൂ ദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുകയും ടിഷ്യൂ ദ്രവ്യത്തിൽ നിന്ന് കോശത്തിലേക്കും പ്രവേശിച്ചു. അവിടെ നടക്കുന്നത് കോശശ്വസനം നടത്തുന്നു. ഗ്ലൂക്കോസുമായിട്ട് ഓക്സിജൻ ചേർന്നിട്ട് അവിടെ കോശശ്വസനം നടക്കുകയും പൈറുവിക് ആസിഡ് ഉണ്ടാവുകയും പിന്നെ ക്രെബ്സ് സൈക്കിളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും 30 ATP ഊർജവും ഉണ്ടായി. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? നമ്മുടെ കോശത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. ഈ രക്തത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഓരോ ശരീരഭാഗത്തു നിന്നും രക്തത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് പിന്നീട് ഇത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം, അതായത് അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. അധോ മഹാസിരയിലൂടെയും ഊർധ്വ മഹാസിരയിലൂടെയുമാണ് ഇവ ഹൃദയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഹൃദയത്തിലേക്ക് പോകുന്ന വഴി ഈ 7% നമ്മൾ പറഞ്ഞു. 7% കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? പ്ലാസ്മയിൽ ലയിക്കുന്നു. 23% ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. 70% RBCയിലെ ജലവുമായി സംയോജിച്ച് ബൈകാർബണേറ്റായിട്ട് മാറുന്നു. എന്നിട്ട് ഇവയെല്ലാം ഊർധ്വ മഹാസിരയിലൂടെയും അധോ മഹാസിരയിലൂടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ദെൻ ഹൃദയത്തിൽ നിന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ടടങ്ങിയ ഈ രക്തം എന്ത് ചെയ്യുന്നു? നമ്മുടെ ആൽവിയോളസിൻ്റെ ശ്വാസകോശത്തിലേക്ക് പോവുകയാണ്. ശ്വാസകോശത്തിലേക്ക് പോകുന്നത് ശ്വാസകോശ ധമനിയിലൂടെയാണ്. ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും അവിടെ വെച്ചിട്ട് ആ ലോമികയിൽ വെച്ചിട്ട് ആൽവിയോളാർ രക്തലോമികളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലെത്തുന്നു. ഈ പ്ലാസ്മയിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് ലോമികയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ ആൽവിയോളസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. അപ്പോൾ ആൽവിയോളസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തി ഈ ആൽവിയോളസിൽ നിന്ന് ഇത് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ശ്വസനം എന്ന് പറയുന്നത് നടക്കുന്നത്. ഉള്ളിലേക്ക് നിൽക്കുന്ന ഓക്സിജന് രക്തലോമികയിൽ ആൽവിയോളസിൽ നിന്ന് രക്തലോമികയിലേക്ക് എത്തുന്നു. രക്തലോമികയിൽ നിന്ന് അത് ശ്വാസകോശ ധമനിയിലൂടെ സിരയിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിൽ നിന്ന് അത് ആ ഓക്സിജൻ അടങ്ങിയ രക്തം മഹാധമനിയിലൂടെ ഓരോ അവയവഭാഗങ്ങളിലെത്തുന്നു. അവയവഭാഗങ്ങളിൽ നിന്ന് കോശശ്വസനം നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ആൽവിയോളസിലേക്ക് പ്രവേശിച്ച ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് യഥാസമയം പുറന്തള്ളിയില്ലെങ്കിൽ ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൃത്യമായിട്ട് ഈ ഹൃദയത്തിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ശ്വാസകോശത്തിലെത്തിച്ച് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാസമയം ഇവ സംഭവിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അമ്ലക്ഷാര സമസ്ഥിതി pH, ശരീരത്തിൻ്റെ pH തെറ്റുകയും രക്തത്തിലെ അമ്ലത്വം കൂടുകയും ചെയ്യും. അമ്ലക്ഷാര സമസ്ഥിതി തെറ്റുന്നു, രക്തത്തിലെ അമ്ലത്വം കൂടുകയും ചെയ്യും. ദെൻ ഹീമോഗ്ലോബിൻ, ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് നമ്മൾ പറഞ്ഞു
ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയത്തെ സഹായിക്കുന്നത്. ഓരോ ഭാഗത്തു നിന്ന് രക്തക്കുഴലുകളുടെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും സംവഹനം ചെയ്യിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. അതായത് നമ്മൾ പറഞ്ഞു കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് ഓക്സിജനെയൊക്കെ രക്തത്തിലൂടെ കൊണ്ടുപോകുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. RBCയിലെ ഒരു വർണ്ണകമാണ് ഹീമോഗ്ലോബിന്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ്. ഇരുമ്പാണ് ഇതിൻ്റെ മുഖ്യ ഘടകം. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ കാണപ്പെടുന്നുണ്ട്. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജന് അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെ സംവഹനം ചെയ്യുന്നു. ഇതിൻ്റെ സാധാരണ അളവ് സ്ത്രീകളിൽ 12 to 16 ഗ്രാം പെർ ഡെസിലിറ്ററാണ്. പുരുഷന്മാരിൽ 14 to 18 ഗ്രാം ഡെസിലിറ്ററാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് RBCയിലെ ഒരു വർണ്ണകമാണ്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണിത്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഒരു ഹീമോഗ്ലോബിനാണ് നമ്മൾ പറഞ്ഞു ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അല്ലെങ്കിൽ കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് സംവഹനം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിന് എത്ര തന്മാത്രകളെയാണ് എടുക്കുന്നത്? 4 ഓക്സിജൻ തന്മാത്രകളെയാണ് അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയാണ് സംവഹനം ചെയ്യുന്നത്. ഇത് നമ്മൾ രക്തത്തിൻ്റെ അളവ് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവാണ് അവിടെ നോക്കുന്നത്. ഇത് സ്ത്രീകളിൽ സാധാരണയായിട്ട് രക്തത്തിൻ്റെ അളവ് വരുന്നത് 12 to 16 ഗ്രാം പെർ ഡെസിലിറ്ററാണ്. പുരുഷന്മാരാണെങ്കിൽ 14 to 18 ഗ്രാം പെർ ഡെസിലിറ്ററാണ് വരുന്നത്. ദെൻ അനീമിയ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറയുന്ന ഒരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരവസ്ഥയാണ് അനീമിയ. ഈ അനീമിയ ഒരുപാട് തരത്തിലുള്ള അനീമിയകൾ വരുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിൽ ഒരു ടേബിളിൽ ഒരുപാട് അനീമിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ആണ് വരുന്നത് അയേൺ ഡെഫിഷ്യൻസി അനീമിയയാണ്. അയേണിൻ്റെ കുറവ് മൂലമാണ് ഈ അസുഖം ഉണ്ടാവുന്നത്. രണ്ടാമത്തത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12ൻ്റെയും വൈറ്റമിൻ B9ൻ്റെയും കുറവ് മൂലമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. മെഗാലോബ്ലാസ്റ്റിക് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വൈറ്റമിൻ B9ൻ്റെ കുറവായിട്ടാണ് പഠിക്കുന്നത്. ഈ ഹാൻഡ് ബുക്കിൽ വരുമ്പോൾ വൈറ്റമിൻ B12ൻ്റെയും വൈറ്റമിൻ B9ൻ്റെയും കുറവ് എന്നാണ് പറയുന്നത്. ആപ്ലാസ്റ്റിക് അനീമിയ പറയുന്നത് അസ്ഥിമജ്ജയുടെ തകരാറ് മൂലമുണ്ടാകുന്നതാണ്. പെർനീഷ്യസ് അനീമിയ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. വൈറ്റമിൻ B12ൻ്റെ കുറവ് മൂലമാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്. ഹീമോലിറ്റിക് അനീമിയ പ്രീമച്ചുർ ഡിസ്ട്രക്ഷൻ ഓഫ് RBCയുടെ പ്രീമച്ചുറായിട്ടുള്ള അതിൻ്റെ തകരാറ് മൂലമാണ് ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നത്. ദെൻ സിക്കിൾ സെൽ അനീമിയ മ്യൂട്ടേഷൻ ഇൻ ഹീമോഗ്ലോബിൻ ജീൻ. ജനറ്റിക് ഡിസീസ് ആണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഗ്ലോബിൻ്റെ ജീനിൽ വരുന്ന മ്യൂട്ടേഷനാണ് ഇതിന് കാരണമാകുന്നത്. ദെൻ തലാസീമിയ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസസ്, ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി ഡിസീസസ് അതുപോലെ ക്രോണിക് ഡിസീസുകളുടെ സമയത്തുണ്ടാകുന്ന അനീമിയയാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസസ്. അപ്പോൾ വ്യത്യസ്ത തരം അനീമിയകളാണ് പറയുന്നത്. ബേസിക്കായിട്ട് ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. പലതരത്തിൽ ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ് സംഭവിക്കാം. അയേൺ ഡെഫിഷ്യൻസി അനീമിയ പറയുമ്പോൾ അയേണിൻ്റെ കുറവ് മൂലം നമ്മൾ അയേൺ അടങ്ങിയ ഒരു പ്രോട്ടീനാണ്, മുഖ്യ ഘടകമായിട്ടുള്ളൊരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ അയേൺ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിൻ്റെ കുറവ് വരുന്നു. അപ്പോൾ അതാണ് അയേൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ദെൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B12 അല്ലെങ്കിൽ വൈറ്റമിൻ B9ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് അസ്ഥിമജ്ജയുടെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ്. പെർനീഷ്യസ് അനീമിയ എന്ന് പറയുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. വൈറ്റമിൻ B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഹീമോലിറ്റിക് അനീമിയ പ്രീമച്ചുർ ഡിസ്ട്രക്ഷൻ ഓഫ് RBC. ദെൻ സിക്കിൾ സെൽ അനീമിയ മ്യൂട്ടേഷൻ ഇൻ ഹീമോഗ്ലോബിൻ ജീൻ. തലാസീമിയ ജനറ്റിക് ഡിസോർഡറാണ്. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസസ്, ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി ഡിസീസസ് മൂലമുണ്ടാകുന്ന അനീമിയയാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസസ്. ദെൻ മനുഷ്യനിലും പോലെ തന്നെ മറ്റു ജീവികളുടെയും ശ്വസനം നടക്കുന്നുണ്ട്. ശ്വസനത്തിന് ഒരുപാട് ശ്വാസകോശമൊക്കെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഓരോ അവയവങ്ങളും ഓരോ ജീവികളും ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അമീബയിൽ കോശസ്തരത്തിലൂടെയാണ് കോശശ്വസനം നടക്കുന്നത്. അതായത് ഒറ്റ
കോശജീവിയാണ് അമീബ. ഇതിന് ഈ കോശത്തിന് കോശസ്തരം ഉണ്ടാവും. ഈ സ്തരത്തിനുള്ളിലൂടെയാണ് വായു കോശത്തിലേക്ക് എടുക്കുകയും കോശത്തിൽ നിന്ന് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. അപ്പോൾ അമീബയുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് കോശസ്തരമാണ്. മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്കാണ്. ത്വക്കിലൂടെയാണ് ഇവ ശ്വസനം നടത്തുന്നത്. കുട്ടേനിയസ് റെസ്പിറേഷൻ, മണ്ണിരയിൽ നടക്കുന്ന ഒരു റെസ്പിറേഷന് പറയുന്ന ടേമാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ദെൻ മത്സ്യത്തിൻ്റെ ശ്വസനാവയവം എന്ന് പറയുന്നത് ശകുലമാണ്. അമീബയുടെ കോശസ്തരം, മണ്ണിരയുടേത് ഈർപ്പമുള്ള ത്വക്ക്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. മത്സ്യത്തിൻ്റേത് ശകുലം. ദെൻ ശ്വസനം. നമുക്കറിയാം സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. വായു അകത്തേക്ക് കിടക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. സസ്യങ്ങളിലെ ശ്വസനം മനുഷ്യനിലേതിന് സമാനമാണ്. അതായത് ശ്വസനം, അതായത് നമ്മുടെ ശ്വസനം ഏതൊക്കെയാണ്? ഗ്ലൈക്കോളിസിസിലൂടെയും ക്രെബ്സ് സൈക്കിളിലൂടെയും നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സസ്യങ്ങളിലെയും ശ്വസനം മനുഷ്യനിലേതിന് സമാനമായിട്ടാണ് വരുന്നത്. സസ്യങ്ങളിലെ വാതക വിനിമയം ഇമ്പോർട്ടൻ്റായിട്ട് സ്റ്റൊമാറ്റയിലൂടെയാണ് നടക്കുന്നത്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ആസ്യരന്ധ്രങ്ങൾ, ഇലയിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് വായു എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെൻറ്റിസെല്ലുകൾ കട്ടി കൂടിയ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളാണ് ലെൻറ്റിസെല്ലുകൾ. അപ്പോൾ ഇലയിലും ഇളം കാണ്ഡങ്ങളിലും വരുന്നത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങളാണ്. കട്ടി കൂടിയ ഭാഗത്ത് വരുന്നത് ലെൻറ്റിസെല്ലുകളാണ്. അതുപോലെ വേരിലൂടെയും ശ്വസനം നടക്കുന്നുണ്ട്. വേരിലെ കോശങ്ങൾ മൺതരികൾക്കിടയിലുള്ള വായുവുമായിട്ട് വാതക വിനിമയം നടത്തുന്നു. വേരിലേക്കും നമ്മുടെ മൺതരികൾക്കിടയിലുള്ള വായു കടക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടഞ്ഞിരിക്കുകയും ചെയ്യുന്നു. സ്റ്റൊമാറ്റ പകൽ സമയത്തിലാണ് തുറന്നിരിക്കുന്നത്, രാത്രി ഇത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. സ്റ്റൊമാറ്റയിലൂടെ ശ്വസനവും നടക്കുന്നുണ്ട്. അതുപോലെ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടുള്ള വാതക വിനിമയം നടക്കുന്നത് മേയിലൂടെയാണ്. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ മീസോഫിൽ കോശങ്ങളിൽ വെച്ചിട്ടാണ്, ഇലകളിലെ മീസോഫിൽ കോശങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നത്. പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. രാത്രി ശ്വസനം മാത്രമാണ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് അകത്തേക്ക് എടുക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രവർത്തിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുകയും ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ നിന്നിട്ട് പുറത്തുവിടുന്നു. എന്നാൽ ശ്വസന സമയത്ത് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6 H2O എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്ലസ് 6 ഓക്സിജൻ ഉണ്ടാവുന്നു. ഗ്ലൂക്കോസ് പറയുന്നത് C6H12O6. ശ്വസന സമയത്താണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഓക്സിജനുമായി ചേർന്ന് വിഘടിച്ച് H2Oയും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. C6H12O6 പ്ലസ് 6O2 gives 6CO2 പ്ലസ് 6H2O. അപ്പോൾ കൃത്യമായിട്ട് രണ്ടിനെയും സമമാക്കി അറിഞ്ഞിരിക്കണം. പ്രകാശ സംശ്ലേഷണത്തിൽ 6CO2 പ്ലസ് 6H2O gives C6H12O6 പ്ലസ് 6O2. ശ്വസനം C6H12O6 പ്ലസ് 6O2 gives 6CO2 പ്ലസ് 6H2O. അപ്പോൾ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഹരിതകണത്തിലെ ഗ്രാനയും സ്ട്രോമയുമാണ്. പ്രകാശ സംശ്ലേഷണം ക്ലോറോപ്ലാസ്റ്റിൽ അല്ലെങ്കിൽ ഹരിതകണത്തിലെ ഗ്രാനയിലും സ്ട്രോമയിലും വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ശ്വസനം നടക്കുന്നത് കോശത്തിലെ കോശദ്രവ്യത്തിലും മൈറ്റോകോൺട്രിയയിലും വെച്ചിട്ടാണ്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൈക്കോളിസിസും മൈറ്റോകോൺട്രിയയിൽ വെച്ച് ക്രെബ്സ് സൈക്കിളും നടക്കുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും H2Oയും ചേർന്നിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ശ്വസനത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്നിട്ട് ഗ്ലൂക്കോസ് വിഘടിക്കുകയാണ് ചെയ്യുന്നത്.
ഉൽപ്പന്നങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും ATP ആണ് ഉണ്ടാകുന്നത്. ശ്വസനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും H2Oയും ATPയും ഉണ്ടാകുന്നു. ഓക്സിജൻ്റെ ആവശ്യകത പ്രകാശ സംശ്ലേഷണത്തിൽ ആവശ്യകതയില്ല, ശ്വസനത്തിൽ ഉണ്ട്. ക്രബ് സൈക്കിളിൻ്റെ ഘട്ടത്തിൽ ഓക്സിജൻ്റെ ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്ന ഭാഗം പ്രകാശ സംശ്ലേഷണം ഹരിതകണത്തിലെ ഗ്രാനിയിലും സ്ട്രോമയിലും, ശ്വസനം കോശദ്രവ്യത്തിലും മൈറ്റോകോൺട്രിയയിലും. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും H2Oയും, ശ്വസനത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും. ഉൽപ്പന്നങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ഓക്സിജൻ, ATP. ശ്വസനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, H2O, ATP. പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ്റെ ആവശ്യകതയില്ല, ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമാണ്. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണ തോത് കൂടുതലായിരിക്കും. അതുവഴി ഉണ്ടാകുന്ന ഓക്സിജൻ ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ളത് പുറന്തള്ളുകയും ചെയ്യുന്നു. പറഞ്ഞു പ്രകാശ സംശ്ലേഷണ തോത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പകൽ സമയത്താണ്. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുകയും ഓക്സിജൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്, ഉൽപ്പന്നമായിട്ട് വരുന്നതാണ് ഓക്സിജൻ. ഈ ഓക്സിജൻ എന്തിനുപയോഗിക്കുന്നു? ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ശ്വസനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ശ്വസനത്തിന് വേണ്ടി പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ആയിട്ടുള്ള ഓക്സിജൻ എടുക്കുന്നുണ്ട്. ബാക്കി വരുന്നത് ശ്വസനത്തിന് ആവശ്യമായിട്ടുള്ളത് കഴിഞ്ഞ് ബാക്കി വരുന്നത് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. എന്നിട്ട് ശ്വസനം ഉണ്ടായിട്ട് ശ്വസനം നടക്കുന്നു. ശ്വസന ഫലമായിട്ട് എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. തികയാത്തത് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെയാണ് ശ്വസനവാതക വിനിമയം നടക്കുന്നത്. രാത്രികാലങ്ങളിൽ നമ്മൾ പറഞ്ഞു ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ അടഞ്ഞു കിടക്കുകയാണ്. ഈ സമയത്ത് ഡിഫ്യൂഷനിലൂടെയാണ് വാതക വിനിമയം നടക്കുന്നത്. ഇനി നമ്മൾ സസ്യ ശ്വസനം പറഞ്ഞു. അതുപോലെ തന്നെ ബാക്ടീരിയകളിൽ ഒക്കെ, ഈസ്റ്റിൽ, ഇവയിലൊക്കെ ശ്വസനം നടക്കുന്നുണ്ട്. ഓരോ സൂക്ഷ്മജീവികളിൽ വരെ ശ്വസനം നടക്കുന്നുണ്ട്. അപ്പോൾ ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ ശ്വസനം നടക്കുന്നത് നോക്കാം. കോശ ശ്വസനമാണ് പറയുന്നത്. കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ ശ്വസനം നടക്കുന്നത്. ഗ്ലൂക്കോസ് 2 ATP ഉണ്ടാക്കി പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഈ പൈറുവിക് ആസിഡായി മാറിയിട്ടുള്ളത് വിഘടിച്ച് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. അപ്പോൾ ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ് പറയുന്നത്. കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുകയും അത് ലാക്റ്റിക് ആസിഡായിട്ട് മാറുകയും ചെയ്യുന്നു. 2 ATP നിർമ്മിക്കുന്നുണ്ട്. ഇനി ഈസ്റ്റിൽ നടക്കുന്ന കോശശ്വസനം എന്ന് പറയുന്നത് കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഈ പൈറുവിക് ആസിഡ് പിന്നീട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും മാറുന്നു. ഈസ്റ്റ്, ഗ്ലൂക്കോസ്, പൈറുവിക് ആസിഡും, പൈറുവിക് ആസിഡ് പിന്നീട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. അപ്പോൾ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. ഈസ്റ്റിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡും പൈറുവിക് ആസിഡ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നു. എയറോബിക് ശ്വസനവും 2 തരത്തിൽ ശ്വസനം നടക്കുന്നുണ്ട്. എനോറോബിക് ശ്വസനവും എയറോബിക് ശ്വസനവും. എയറോബിക് ശ്വസനം എന്ന് പറയുന്നത് ഓക്സിജൻ ഉപയോഗിച്ചിട്ടുള്ള ശ്വസനമാണ്. അതായത് ഓക്സിജൻ ഉപയോഗിക്കുന്ന ശ്വസനമാണ് എയറോബിക് ശ്വസനം എന്ന് പറയുന്നത്. മനുഷ്യനിൽ, സസ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് എയറോബിക് ശ്വസനമാണ്. എന്നാൽ അനയറോബിക് ശ്വസനം എന്ന് പറയുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയുള്ള ശ്വസനമാണ്. ഓക്സിജൻ ആവശ്യം വരാത്ത ശ്വസനത്തെയാണ് അനയറോബിക് ശ്വസനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബാക്ടീരിയയിലും ഈസ്റ്റിലുമൊക്കെ നടക്കുന്നത് എന്താണ്? അനയറോബിക് ശ്വസനമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ നടക്കുന്നത്, അതുപോലെ തന്നെ ഈസ്റ്റിലൊക്കെ നടക്കുന്നത് എന്താണ്? അത് അനോറോബിക് ശ്വസനമാണ്. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. പൈറുവിക് ആസിഡ് പിന്നീട് ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. ഇവിടെ ഓക്സിജൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് അനോറോബിക് ശ്വസനം. അനോറോബിക് ശ്വസനം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തൽ എങ്ങനെയാണ്? മാവ് പുളിപ്പിക്കാൻ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നു. ഇവിടെ അനോറോബിക് ശ്വസനമാണ് നടക്കുന്നത്. അതുപോലെ തൈര് ഉണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നതൊക്കെ അനോറോബിക് ശ്വസനത്തിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. മനുഷ്യനിലെ പേശി കോശങ്ങളിലും ചില സമയങ്ങളിൽ
അനേറോബിക് ശ്വസനം നടക്കാറുണ്ട്. ബാക്ടീരിയ, ഈസ്റ്റ് അതുപോലെ തന്നെ മനുഷ്യനിലെ പേശീകോശങ്ങളിലും അനേറോബിക് ശ്വസനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ശ്വസന വ്യവസ്ഥയിൽ വരുന്ന കാര്യങ്ങൾ. നമ്മൾ മനുഷ്യ ശ്വസന വ്യവസ്ഥ പഠിച്ചു, അതുപോലെ സസ്യങ്ങളിൽ, അതുപോലെ മറ്റു ജീവികളിൽ, പിന്നീട് ബാക്ടീരിയയിൽ പഠിച്ചു, ഈസ്റ്റിൽ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ശ്വസന വ്യവസ്ഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ വിസർജന വ്യവസ്ഥ. വിസർജന വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ജീവൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം വരുന്ന വേസ്റ്റുകൾ പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജന വ്യവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യരിൽ വരുന്ന പ്രധാന വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ്? വൃക്ക, കരൾ, ത്വക്ക്, ശ്വാസകോശം. വൃക്കയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ വിസർജന അവയവം. വൃക്കയിലൂടെ ജലം, ലവണം ഒക്കെ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. ജലം, ലവണം മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് വൃക്ക ചെയ്യുന്നത്. കരൾ ചെയ്യുന്നത് യൂറിയ നിർമ്മാണമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ശരീരത്തിലുണ്ടാകുന്ന അമോണിയയൊക്കെ യൂറിയ ആക്കി മാറ്റുകയാണ് കരൾ ചെയ്യുന്നത്. ത്വക്കിലൂടെ ജലം, ലവണം ഒക്കെ വിയർപ്പിലൂടെ പുറന്തള്ളുന്നു. വിയർപ്പെന്ന രീതിക്ക് ജലം, ലവണമൊക്കെ പുറന്തള്ളുന്നത് ത്വക്കിലൂടെയാണ്. ദെൻ ശ്വാസകോശത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ പ്രധാന വിസർജന അവയവങ്ങളാണ് വൃക്ക. വൃക്ക അറിയുന്നത് മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. കരൾ യൂറിയ നിർമ്മാണം. ത്വക്ക് വിയർപ്പിലൂടെ ജലവും ലവണവും പുറന്തള്ളുന്നു. ശ്വാസകോശം നിശ്വാസത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും പുറന്തള്ളുന്നു. അപ്പോൾ ആദ്യം കരളിൻ്റെ നടക്കുന്ന പ്രക്രിയ നോക്കാം. കരളിൽ നമ്മൾ പറഞ്ഞു യൂറിയ നിർമ്മാണമാണ്. ഈ ഡയഗ്രം ശ്രദ്ധിക്കുക. നമ്മുടെ കോശത്തിൽ നടക്കുന്ന പ്രോട്ടീൻ മെറ്റബോളിസം വഴി അവിടെ നമ്മുടെ കോശത്തിൽ അമോണിയ നിർമ്മിക്കപ്പെടുന്നുണ്ട്. കോശത്തിൽ മെറ്റബോളിസം ജീവൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം അമോണിയ നിർമ്മിക്കപ്പെടുന്നു. ഈ അമോണിയ രക്തത്തിലേക്ക് എത്തുന്നു. ഒരു അമോണിയ അറിയുന്നത് ഒരു വിഷവസ്തുവാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ അമോണിയ കരളിലേക്ക് രക്തത്തിലൂടെ കരളിലേക്ക് എത്തുന്നു. കരളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ചേർന്ന് യൂറിയ ആയി മാറുന്നു. എൻസൈമുകളുടെ സഹായത്തോടെ യൂറിയ ആയി മാറുന്നു. ഈ യൂറിയ രക്തത്തിലൂടെ വൃക്കയിലേക്ക് എത്തുന്നു. വൃക്കയിൽ നിന്ന് യൂറിയ മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യപ്പെടുന്നു. അപ്പോൾ കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. കോശത്തിൽ ഉണ്ടാകുന്ന ജീവൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം അവിടെ അമോണിയ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും H2Oയുമായിട്ട് ചേർന്നിട്ട് യൂറിയ നിർമ്മിക്കപ്പെടുന്നു. യൂറിയ പിന്നീട് രക്തത്തിലൂടെ വൃക്കയിലെത്തുകയും വൃക്കയിൽ നിന്ന് മൂത്രത്തിലൂടെ പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യപ്പെടുന്നു. ദെൻ വൃക്ക. ജലവും ലവണവും മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക. ദെൻ അപ്പോൾ വൃക്കയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. ഒരു ജോഡി വൃക്കയാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഒരു ജോഡി വൃക്ക, അതായത് 2 വൃക്കകളാണ് ഒരു ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഈ വൃക്കയുടെ ആകൃതി എന്ന് പറയുന്നത് പയർ വിത്ത് ആകൃതിയിലാണ് വരുന്നത്. ഉദരാശയത്തിൽ അതിൻ്റെ പൊസിഷന് ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തും കാണപ്പെടുന്നതാണ് വൃക്ക. ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തും കാണപ്പെടുന്നു. രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്ന അരിപ്പ എന്നറിയപ്പെടുന്നതാണ് വൃക്ക. രക്തത്തിൽ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്ന അരിപ്പയാണ് വൃക്ക. നെഫ്രോൺ അറിയുന്നത് നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. അതുപോലെ വൃക്കയുടെ അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത് നെഫ്രോണാണ്. ഒരുപാട് നെഫ്രോണുകൾ ചേർന്നിട്ടുള്ളതാണ് ഒരു വൃക്ക എന്ന് പറയുന്നത്. 12 ലക്ഷം വരെ നെഫ്രോണുകൾ ഒരു വൃക്കയിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ കോർട്ടക്സ് എന്നറിയുന്നത് വൃക്കയുടെ ബാഹ്യഭാഗമാണ്. ഇളം നിറമാണ് കോർട്ടക്സിനുള്ളത്. വൃക്കയുടെ ബാഹ്യഭാഗത്തെയാണ് കോർട്ടക്സ് എന്നറിയുന്നത്. ഇത് ഇളം നിറത്തിലാണ് വരുന്നത്. അകത്തുള്ള ആന്തരഭാഗമാണ് മെഡുല. ഇത് കടു നിറത്തിലാണ് വരുന്നത്. അപ്പോൾ ഡയഗ്രാം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു വൃക്ക ഒരു ജോഡി വൃക്ക, അതായത് 2 വൃക്കയാണുള്ളത്. 2 വൃക്ക ഇവിടെ കാണുന്നുണ്ട്. ഇതിലേക്ക് വരുന്ന രക്തക്കുഴലുകളും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും പുറത്തേക്ക് പോയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് എവിടെയാണ്? മൂത്രാശയത്തിലെത്തുന്നു. മൂത്രാശയത്തിൽ നിന്ന് മൂത്രത്തിലൂടെ ഈ വേസ്റ്റുകളെല്ലാം പുറന്തള്ളുന്നു.
അപ്പോൾ വൃക്ക അറിയുന്നത് ഒരുപാട് നെഫ്രോണുകൾ ചേർന്നിട്ടുള്ളതാണ്. ഒരു വൃക്കയുടെ ഭാഗങ്ങൾ നോക്കാം. വൃക്കയുടെ ഈ വലിയ ഫിഗർ ശ്രദ്ധിക്കുക. വൃക്ക എന്നറിയുന്നതാണ് രണ്ട് തരം വൃക്കകളാണ്, രണ്ട് വൃക്കകളാണുള്ളത്. വൃക്കയിലേക്ക് രക്തം വരുന്നത് ഈ ചുവന്ന രക്തക്കുഴലിലൂടെ, അതായത് വൃക്ക ധമനിയിലൂടെയാണ് രക്തം അകത്തേക്ക് വരുന്നത്. ഈ വേസ്റ്റുകളടങ്ങിയ രക്തം വൃക്ക ധമനിയിലൂടെ അകത്തേക്ക് വരുന്നു. അതിനുശേഷം ഈ രക്തത്തിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ടുള്ള നല്ല രക്തം പുറത്തേക്ക് വരുന്നു. അതാണ് വൃക്കസിര എന്നറിയുന്നത്. വൃക്കസിരയിലൂടെയാണ് രക്തം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ രക്തം അകത്തേക്ക് വരുന്നത് വൃക്കധമനിയിലൂടെയും പുറത്തേക്ക് വരുന്നത് വൃക്കസിരയിലൂടെയുമാണ്. ദെൻ പെൽവിസ്, അതായത് ഈ രക്തത്തിൽ നിന്ന് വേസ്റ്റുകളൊക്കെ എടുത്തിട്ടുള്ളത് മൂത്രാശയത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വൃക്കയിൽ നിന്ന് ഈ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് വരുന്ന ഭാഗമാണ് പെൽവിസ് എന്ന് പറയുന്നത്. ഈ പെൽവിസ് പിന്നീട് മൂത്രവാഹിയിലേക്കാണ് എത്തുന്നത്. അതായത് ഈ യെല്ലോ കളറിൽ മൂത്രാശയം വരെയുള്ള ഭാഗമാണ് മൂത്രവാഹി. പെൽവിസ് പറയുന്നത് തുറക്കുന്നത് മൂത്രവാഹിയിലേക്കാണ്. മൂത്രവാഹിയിലൂടെ ഇവ മൂത്രാശയത്തിലേക്ക് എത്തുന്നു. മൂത്രാശയത്തിൽ നിന്ന് മൂത്രനാളിയിലൂടെ മൂത്രം പുറന്തള്ളുന്നു. അപ്പോൾ വൃക്കധമനിയിലൂടെയാണ് രക്തം അകത്തേക്ക് വരുന്നത്. വൃക്കസിരയിലൂടെ പുറത്തേക്ക് വരുന്നു. ദെൻ വേസ്റ്റുകളൊക്കെ മൂത്രാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആദ്യം വൃക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് പെൽവിസിൽ നിന്നൂടെ. പെൽവിസ് മൂത്രവാഹിയിലേക്ക് എത്തുന്നു. മൂത്രവാഹിയിൽ നിന്ന് മൂത്രാശയത്തിലേക്ക്, മൂത്രാശയത്തിൽ നിന്ന് മൂത്രനാളിയിലേക്ക് പുറന്തള്ളുന്നു. ഒന്നുകൂടി കൃത്യമായിട്ട് നോക്കിയാൽ നമ്മുടെ ഇത് നെഫ്രോൺ ഓരോ വൃക്കയ്ക്കും അകത്ത് വരുന്നതാണ് ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഡയഗ്രാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വൃക്കയിലേക്ക് രക്തം വരുന്നത് വൃക്ക ധമനിയിലൂടെയാണ്. വൃക്ക ധമനിയിലൂടെ വന്നിട്ടുള്ള ഈ രക്തക്കുഴൽ പ്രവേശിക്കുന്നത് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്കാണ്. ഇവിടെ ലങ്സ് വെച്ചിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഓരോ രക്തക്കുഴലുകളും വന്നിട്ട് ഓരോ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്കാണ് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്നു. ബോമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ചിട്ട് അത് ലോമിക ജാലമായിട്ട് മാറുന്നു. അതായത് വൃക്കധമനി അഫ്രന്റ് വെസലിലെ ആയിട്ട് മാറുന്നു. ശ്രദ്ധിക്കുക, വൃക്കധമനിയിലൂടെ രക്തം വൃക്കയിലേക്ക് എത്തുന്നു. വൃക്ക ഈ രക്തത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് പിന്നീട് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്കാണ് പ്രവേശിക്കുന്നത് അഫ്രന്റ് വെസലിലൂടെയാണ്. അപ്പോൾ വൃക്കധമനി എന്താണ്, ഓരോ ശാഖകളായിട്ട് മാറുന്നു. ഇവയാണ് അഫ്രന്റ് വെസലുകൾ. അപ്പോൾ ഓരോ അഫ്രന്റ് വെസലും പിന്നീട് ഒരു അഫ്രന്റ് വെസൽ ഒരു ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്നു. ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ചിട്ട് ഇത് പിന്നീട് വീണ്ടും ഒരുപാട് ശാഖകളായിട്ട് മാറിയിട്ട് ഉണ്ടാവുന്നതാണ് ഗ്ലോമറുലസ്, അതായത് ലോമിക ജാലം. ബോമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ചിട്ട് ഈ അഫ്രന്റ് വെസൽ എന്ത് ചെയ്യുന്നു, ലോമിക ജാലമായിട്ട് മാറുന്നു, അതായത് ഗ്ലോമറുലസ് ആയിട്ട് മാറുന്നു. ഇവ എന്ത് ചെയ്യും, ഗ്ലോമറുലസ് ഫിൽട്രേറ്റ്, അതായത് ഈ രക്തത്തിൽ നിന്നിട്ടുള്ള വേസ്റ്റുകളെല്ലാം, അപ്പോൾ ഈ രക്തത്തിൽ ഗ്ലോമറുലസിലേക്ക് വെച്ച് ഈ ഒരുപാട് രക്തത്തിൽ വരുന്ന വേസ്റ്റുകൾ എന്തല്ല ഊർന്നിറങ്ങിയിട്ട് ഗ്ലോമറുലസിലേക്ക് ഇത് ഊർന്നിറങ്ങിപ്പോവും. ഇത് നിന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വൃക്ക നാളികയിലേക്ക് എത്തുന്നു. ബാക്കി വരുന്ന ഈ വേസ്റ്റുകൾ അപ്പോൾ രക്തത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബാക്കി നല്ല രക്തം, ഈ വേസ്റ്റുകളൊന്നും ഇല്ലാത്ത രക്തം എന്ത് ചെയ്യുന്നു, ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തു പോകുന്നു. ഇവ പോകുന്നത് എന്താണ്, ഇഫ്രന്റ് വെസലിലൂടെയാണ്. അപ്പോൾ അഫ്രന്റ് വെസലിലൂടെയാണ് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് രക്തം വരുന്നു. ഈ രക്തത്തിൽ നിന്ന് വേസ്റ്റ് എല്ലാം ഗ്ലോമറുലസിൽ നിന്ന് ഇവയെല്ലാം പുറത്തേക്ക് വൃക്ക നാളികയിലേക്ക് എടുക്കുന്നു. ബാക്കി വേസ്റ്റുകളെല്ലാം പോയിട്ടുള്ള രക്തം എന്ത് ചെയ്യുന്നു, ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് ഇഫ്രന്റ് വെസലിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ വെസലിലൂടെ വരുന്ന ഈ രക്തം പിന്നീട് എന്ത് ചെയ്യുന്നു, വൃക്കസിരയിലേക്ക് പോകുന്നു. വൃക്കസിരയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വൃക്കയിൽ നിന്നും പുറത്തു പോകുന്നു. അപ്പോൾ ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഒരുപാട് വേസ്റ്റുകൾ വൃക്ക നാളികയിലേക്ക് എത്തി. വൃക്കനാളികയിൽ നമ്മളിവിടെ ശ്രദ്ധിക്കുക, വൃക്കനാളിക കാണുന്നുണ്ട്. ഈ യെല്ലോ കളറിൽ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്നതാണ് വൃക്കനാളിക. ഈ വൃക്കനാളികയിലൂടെ മുകളിലൂടെ ഒരുപാട് ലോമികകൾ പോകുന്നുണ്ട്. ഈ ലോമികയിലേക്കും ഈ വൃക്കനാളികയിൽ നിന്നും ഒരുപാട് വേസ്റ്റുകളെല്ലാം ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃക്കനാളികയിൽ നിന്നും ഒരുപാട് ഡിഫ്യൂസ് ചെയ്തിട്ട് ഈ ലോമികയിലേക്ക് എത്തുന്നുണ്ട്.
ബാക്കി വരുന്ന ഈ എല്ലാ രക്തത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ വേസ്റ്റുകളും പിന്നീട് എന്ത് പോകുന്നു, വൃക്കനാളികയിലൂടെ പോയിട്ട് ശേഖരണ നാളിയിലേക്ക് എത്തുന്നു. ശേഖരണ നാളിയിൽ നിന്ന് പിന്നീട് ഇത് മൂത്രാശയത്തിലേക്ക്, പെൽവിസിലൂടെ മൂത്രാശയത്തിലേക്ക് എത്തുകയും മൂത്രാശയത്തിൽ നിന്ന് മൂത്രനാളിലൂടെ പുറന്തള്ളുകയും ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മഹാധമനിയിൽ നിന്നാണ് രക്തം വരുന്നത്. ഹൃദയത്തിൽ നിന്ന് മഹാധമനിയിലൂടെയാണ് അവയവങ്ങളിലേക്ക് രക്തം വരുന്നത്. ഈ മഹാധമനിയിലൂടെ വന്നിട്ടുള്ള രക്തം വൃക്കയിലേക്ക് ഓരോ അവയവഭാഗത്തേക്കും പോയി അതുപോലെ വൃക്കയിലേക്ക് വന്ന് വൃക്കധമനിയിലൂടെ വൃക്കയുടെ അകത്തേക്ക് കടക്കുന്നു. വൃക്കയുടെ അകത്തേക്ക് കടന്നാൽ പിന്നീട് അഫറൻറ്റ് വെസലിലൂടെ ഇത് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരികയാണ്. അവിടെ ഗ്ലോമറുലസ് ആയിട്ട് മാറുന്നു, അതായത് ഒരുപാട് രക്തലോമികളായിട്ട് വരുന്നു. ഇതിനെവിടെയാണ് സൂക്ഷ്മ അരിക്കൽ സംഭവിക്കുന്നത്. ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്താണ് സൂക്ഷ്മ അരിക്കൽ നടക്കുന്നത്. ഈ ഗ്ലോമറുലസിൽ നിന്ന് ഈ ഒരുപാട് വേസ്റ്റുകൾ എല്ലാം ചെയ്യുന്നു. ഗ്ലോമറുലസ് ഫിൽട്രേറ്റ്, അതായത് ഈ ഇടയിൽ വരുന്ന ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഗ്ലോമറുലസ് ഫിൽട്രേറ്റിലേക്ക് ഈ വേസ്റ്റുകളെല്ലാം എത്തുന്നു. ഈ വേസ്റ്റുകളിൽ നിന്ന് പിന്നീട് വൃക്കനാളികയിലേക്ക് പോവുകയാണ്. ബോമാൻസ് ക്യാപ്സ്യൂളിന് തുടർച്ചയായിട്ട് വരുന്ന നാളികയാണ് വൃക്കനാളിക. ഇവിടെ മറ്റ് ബോമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ച് തന്നെ അരിക്കൽ നടന്നു. പിന്നീട് പുനരാകീർണവും ശ്രവണവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ വൃക്കനാളികയിലൂടെ അവിടെ പുനരാകീർണം നടക്കുന്നു. വീണ്ടും വേസ്റ്റ് ആകിരണം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ജലമൊക്കെ ഇവിടെ നിന്ന് ആകിരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ രക്തത്തിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവ ചെല്ലുന്നത് പിന്നെ ശേഖരണ നാളിയിലേക്കാണ്. ശേഖരണ നാളിയിൽ നിന്ന് ഇത് മൂത്രമായിട്ട് മാറുന്നു. ഈ മൂത്രം പെൽവിസിലൂടെ നമ്മുടെ വൃക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് മൂത്രവാഹിയിലേക്ക് എത്തുന്നു. മൂത്രവാഹിയിലൂടെ അത് മൂത്രാശയത്തിലെത്തുന്നു. അത് പുറത്തേക്ക് വിടുന്നു. വൃക്കയും അനുബന്ധ ഭാഗങ്ങൾ നമ്മൾ പറയുന്നു. ഒരു ജോഡി വൃക്കയാണുള്ളത്. പർവ്വത്തിൻ്റെ ആകൃതിയിലാണ് വരുന്നത്. ഉദരാശയത്തിന് നട്ടലിൻ്റെ ഇരുവശത്തും വരുന്നു. രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്ന അരിപ്പയാണ്. നെഫ്രോണാണ് വൃക്കയുടെ അടിസ്ഥാന ഘടന. 12 ലക്ഷം വരെ നെഫ്രോണുകൾ കാണപ്പെടുന്നുണ്ട്. കോർട്ടക്സ് ആണ് വൃക്കയുടെ ബാഹ്യഭാഗം. ഇളം നിറമാണ് വരുന്നത്. ഇതിൻ്റെ ആന്തരഭാഗം മെഡുലയാണ്. കടും നിറമാണ് വരുന്നത്. ഇനി സൂചനകളും ഭാഗങ്ങളും ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കൃത്യമാക്കാം. അപ്പോൾ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ എന്ന് പറയുന്നത് വൃക്കധമനിയാണ്. വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വായിക്കുന്ന കുഴലാണ് വൃക്കസിര. കൃത്യമായിട്ട് ഡയഗ്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വൃക്കയിൽ നിന്ന് രക്തം പുറത്തേക്ക് വായിക്കുന്നത് വൃക്കസിരയുമാണ്. വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. നെഫ്രോണിനകത്താണ് പ്രവർത്തനം നടക്കുന്നത്. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണിൻ്റെ അറ്റത്ത് വരുന്ന ഇരട്ട ഭിത്തിയുള്ള, ഡബിൾ ലെയേർഡാണ്, ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂളിലെ സൂക്ഷ്മ ലോമികാജാലമാണ് ഗ്ലോമറുലസ്. അപ്പോൾ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ലോമികാജാലത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് അഫറൻറ്റ് വെസൽ. വൃക്കധമനിയിലൂടെ രക്തം വൃക്കയിലേക്ക് എത്തി. ഈ വൃക്കധമനിയിൽ നിന്ന് രക്തമെടുത്ത് അഫറൻറ്റ് വെസലാണ് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കപ്പ് പോലുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇതിലേക്ക് രക്തം എത്തുകയും ബോമാൻസ് ക്യാപ്സ്യൂളിലെ സൂക്ഷ്മ ലോമികാജാലമാണ് ഗ്ലോമറുലസ്. ഇതിലേക്ക് രക്തം എത്തുന്നു. ഇവിടെ വെച്ചിട്ട് രക്തത്തിൽ നിന്ന് വേസ്റ്റുകൾ എടുക്കുന്നു. അപ്പോൾ ഈ ലോമികാജാലത്തിലേക്ക്, അതായത് ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ എന്ന് പറയുന്നത് അഫറൻറ്റ് വെസലാണ്. ലോമികാജാലത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഇഫറൻറ്റ് വെസലും. അപ്പോൾ അഫറൻറ്റ് വെസൽ അകത്തേക്കും ഇഫറൻറ്റ് വെസൽ നെഫ്രോണിൻ്റെ പുറത്തേക്കും. ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കനാളിക. ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പിന്നീട് ഇത് പോകുന്നത് വൃക്കനാളികയിലേക്കാണ്. വൃക്കനാളികയിൽ നിന്ന് ശേഖരണ നാളിയിലേക്ക്. അപ്പോൾ ബോമാൻസ് ക്യാപ്സ്യൂളിനും ശേഖരണ നാളിയിലേക്കും ഇടയിൽ വരുന്ന നീണ്ട ഒരു കുഴലാണ് വൃക്കനാളിക. വൃക്കനാളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിലെത്തിക്കുന്ന ഭാഗമാണ് ശേഖരണ നാളി.
ഇതിൽ നിന്ന് മൂത്രം വൃക്കനാളികയിൽ നിന്ന് മൂത്രം ശേഖരിക്കുകയും അവിടെ നിന്ന് പെൽവിസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ശേഖരണനാളി. മൂത്രവാഹിയുടെ ആരംഭ ഭാഗം, അതായത് വൃക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യ ഭാഗമാണ് പെൽവിസ്. സഞ്ചിയിലെ മൂത്രാശയത്തിലേക്ക് എത്തിക്കുന്നത് മൂത്രവാഹിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നോക്കാം. നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ വിസർജനം സംഭവിക്കുന്നത്. സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണം, സ്രവണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൃക്കധമനിയിലൂടെ രക്തം വൃക്കയിലേക്ക് എത്തി. അത് പിന്നീട് നെഫ്രോണാണ് അടിസ്ഥാന ഘടകം, വൃക്കയുടെ അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്. ഓരോ നെഫ്രോണിൽ വെച്ചിട്ടും അരിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെഫ്രോണിൽ പെടുന്ന അറ്റത്ത് വരുന്ന ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ വെച്ചിട്ടാണ് ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള സൂക്ഷ്മ അരിക്കൽ സംഭവിക്കുന്നത്. രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ നമ്മൾ പറഞ്ഞു അഫറന്റ് വെസലിലൂടെ രക്തം ബോമാൻസ് ക്യാപ്സ്യൂളിൽ എത്തുന്നു. ഈ രക്തം ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ ലോമികളായിട്ട് വെച്ചിട്ടുള്ള രക്തക്കുഴലുകളുള്ള ഭാഗമാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. അഫറന്റ് വെസലിൻ്റെയും ഇഫറന്റ് വെസലിൻ്റെയും വ്യാസവ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. അപ്പോൾ അഫറന്റ് വെസലിലൂടെയാണ് രക്തം ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്നത്. ഈ അഫറന്റ് വെസൽ കുറച്ച് വീതിയുള്ള കുഴലാണ്. ഈ അഫറന്റ് വെസലിലൂടെ രക്തം വന്നിട്ട് ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഈ രക്തലോമികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. ഈ സുഷിരങ്ങളിലൂടെ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. ഈ പുറത്തേക്ക് വരുന്ന ഈ വേസ്റ്റുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ രക്തലോമികയിലൂടെ ഈ രക്തമൊക്കെ സഞ്ചരിക്കുന്നത് വഴി ഇതിൻ്റെ സുഷിരങ്ങളിലൂടെ വേസ്റ്റ് പുറത്തു വരുന്നു. ബാക്കി രക്തങ്ങൾ എന്ത് ചെയ്യുന്നു, ഇഫറന്റ് വെസലിലൂടെ പുറത്തു പോകുന്നു. ഈ ഇഫറന്റ് വെസലിൻ്റെ അതായത് വ്യാസം, അതിൻ്റെ വീതി കുറഞ്ഞ ഒരു കുഴലാണ് ഇഫറന്റ് വെസൽ. അപ്പോൾ അഫറന്റ് വെസൽ പറയുന്നത് വീതി കൂടിയതാണ്, ഇഫറന്റ് വെസൽ വീതി കുറഞ്ഞതാണ്. അപ്പോൾ വീതി കൂടിയ ഒരു കുഴലിലൂടെ അകത്തേക്ക് വരികയും വീതി കുറഞ്ഞ കുഴലിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു മർദ്ദം ഉണ്ടാകുന്നുണ്ട്. ഈ മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിൽ നിന്ന് വേസ്റ്റ് ഈ സുഷിരത്തിലൂടെ ഗ്ലോമറുലസ് ഫിൽട്രേറ്റിലേക്ക് പുറത്തേക്ക് വരുന്നത്. സൂക്ഷ്മ അരിക്കലിന് ശേഷം ഗ്ലോമറുലസ് ഫിൽട്രേറ്റിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? രക്തത്തിൽ നിന്ന് ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയോൺ, വൈറ്റമിൻ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇവയെല്ലാം ബോമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ച് ഗ്ലോമറുലസ് ഫിൽട്രേറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലോമറുലസ് ഫിൽട്രേറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയോണുകൾ, വൈറ്റമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ തുടങ്ങിയവയാണ്. അതിനുശേഷം ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് ഉണ്ടായി. ഈ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് പിന്നീട് പോകുന്നത് എങ്ങോട്ടാണ്? വൃക്ക നാളികയിലേക്കാണ്. ഈ യെല്ലോ കളറിൽ വരുന്ന വൃക്ക നാളികയിലൂടെയാണ് പിന്നീട് ഇവ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് പുനരാകിരണം നടക്കുന്നു. അതായത് ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് വൃക്കനാളികയിലൂടെ ശേഖരണനാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് ആവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. പുനരാകിരണം അതായത് ചില കാൽസ്യം, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം ഇവയൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജലം ആവശ്യമുണ്ട്. ഇവയുടെയൊക്കെ പുനരാകിരണം വീണ്ടും ഈ രക്തത്തിലേക്ക് എടുക്കുന്ന സംഭവമാണ് പുനരാകിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് വൃക്കനാളികയിലേക്ക് പ്രവേശിച്ചു ശേഖരണനാളിയിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് പുനരാകിരണം സംഭവിക്കുന്നു. ദെൻ ശേഖരണനാളിയിൽ നിന്ന് പെൽവിസിലേക്ക് മൂന്നാമത്തെ ഘട്ടമാണ് സ്രവണം എന്ന് പറയുന്നത്. രക്തത്തിൽ അധികമായിട്ട് അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കനാളികയിലേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വൃക്കനാളികളെ വെച്ചിട്ട് നടക്കുന്നതാണ് പുനരാകിരണവും സ്രവണവും. വൃക്കനാളികയിലേക്ക് നിന്ന് രക്തത്തിലേക്ക് എടുക്കുന്നതാണ് പുനരാകിരണം. രക്തത്തിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വൃക്കനാളികയിലേക്ക് കൊടുക്കുന്നതാണ് സ്രവണം.
അപ്പോൾ പിണ്ഡാകിരണവും സ്രവണവും നടക്കുന്നത് വൃക്കനാളികയിലാണ്. വൃക്കനാളിയിൽ നിന്ന് ഇത് ശേഖരണ നാളിയിലേക്ക് പോകുന്നു. ശേഖരണ നാളിയിൽ നിന്ന് ഇതെന്ത് ചെയ്യുന്നു? പെൽവിസിലൂടെ മൂത്രവാഹിയിലേക്ക് പോകുന്നു. മൂത്രാശയത്തിലെത്തുന്നു. മൂത്രനാളികയിലൂടെ പുറത്തേക്ക് പോകുന്നു. മൂത്രത്തിൽ വരുന്ന ഘടകങ്ങൾ ഏതാണ്? ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. മൂത്രത്തിലെ ഘടകങ്ങളാണ് ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. ദെൻ പുനരാകിരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതായത് വൃക്കനാളികയിലൂടെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ വീണ്ടും ഗ്ലോമെറുലാസ് ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവ രക്തത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുനരാകിരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വൈറ്റമിനുകൾ പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? വൃക്കനാളികയിൽ വെച്ചിട്ടാണ്. അപ്പോൾ രക്തത്തിലേക്ക് വൈറ്റമിൻ ആഗിരണം ചെയ്യുന്ന ഘട്ടം എന്ന് പറയുമ്പോൾ വൃക്കനാളികയിൽ നിന്നാണ്. അതുപോലെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ജലം എന്നിവ ഭാഗികമായിട്ടും പുനരാകിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വൈറ്റമിനൊക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? വൃക്കനാളികയിൽ വെച്ചിട്ടാണ്. അതുപോലെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ ഭാഗികമായിട്ടും പുനരാകിരണം ചെയ്യപ്പെടുന്നത്. മുഴുവനായിട്ട് എടുക്കുന്നില്ല. ബാക്കി സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യമൊക്കെ ബാക്കി പിന്നെയും ഇതിൽ തന്നെ വൃക്കനാളികയിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ആഗിരണം ചെയ്യപ്പെടുന്നു. ദെൻ വൃക്കനാളിലേക്ക് സ്രവിക്കപ്പെടുന്ന ഘടകങ്ങൾ, അതായത് രക്തത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാളികളിലേക്ക് സ്രവിക്കപ്പെടുന്നുണ്ട്. യൂറിയ, K+, H+, ഹോർമോണുകൾ, ക്രിയാറ്റിനിൻ ഇവയൊക്കെയാണ് വൃക്കനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്ന ഘടകങ്ങൾ. ദെൻ വൃക്കയുടെ ആരോഗ്യം എന്ന ഭാഗത്ത് വരുന്നതാണ് കുറച്ച് വൃക്കയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ. ഗ്ലൂക്കോസ് കൂടുന്ന ഒരവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ആൽബുമിൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രോഗമാണ് അസുഖങ്ങളും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളുമാണ് പറയുന്നത്. പ്രമേഹം എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ്, വൃക്ക രോഗങ്ങൾ ആൽബുമിനും രക്തവും, മഞ്ഞപ്പിത്തം, ബിലിറൂബിൻ, വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് കാൽസ്യം ഓക്സലേറ്റ് തരികളാണ്. മൂത്രപഥത്തിലെ അണുബാധ പഴുപ്പ് കോശങ്ങളിലൂടെയാണ് ഉണ്ടാവുന്നത്. ദെൻ ബെനഡിക്റ്റ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രമേഹം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ അധിക സാന്നിധ്യം മൂലം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന വഴിയാണ് ബെനഡിക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ബെനഡിക്റ്റ് ടെസ്റ്റ് റിയേജൻറ്റ് വെച്ച് കണ്ടെത്തുന്നു. അതായത് നമ്മളൊരു ബെനഡിക്റ്റ് റിയേജൻറ്റ് അറിയുന്നത് ഒരു സംഭവം ഉണ്ടാകും. അത് രക്തത്തിലേക്ക് കലർത്തി ആണ് നമ്മൾ അതിന് ബെനഡിക്റ്റ് ടെസ്റ്റ് പറയുമ്പോൾ ബെനഡിക്റ്റ് റിയേജൻറ്റ് നമ്മൾ രക്തത്തിലേക്ക് എടുത്തിട്ട് അപ്പോൾ ആ രക്തത്തിൽ വരുന്ന നിറമാറ്റത്തിനനുസരിച്ചിട്ടാണ് എത്രത്തോളമാണ് പ്രമേഹം ഒരാളെ ബാധിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ബെനഡിക്റ്റ് റിയേജൻറ്റ് വെച്ചിട്ട് അറിയുമ്പോൾ അതിൻ്റെ രക്തത്തിൽ വരുന്ന കളർ മാറ്റം എന്ന് പറയുന്നത് നീല, അല്ലെങ്കിൽ നീലയിൽ നിന്ന് നമ്മൾ നീല, അതുപോലെ പച്ച, മഞ്ഞ, ഓറഞ്ച്, നല്ല ചുവന്ന നിറം ഒക്കെ ബ്രൗണ്, ഈ ഒരു രീതിക്കാണ് റിയേജൻറ്റിൽ കളർ വരുന്നത്. നീല നിറത്തിലാണെങ്കിൽ അതിൽ 0% ആണ് പ്രമേഹം വരുന്നത്. പച്ച നിറത്തിലാണെങ്കിൽ 0.5 to 1% വരെ പ്രമേഹമുണ്ട്. 1 to 1.5% വരെ. മഞ്ഞ നിറമാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യമുണ്ട്. 1.5 to 2% വരെയാണ് ചുവപ്പ് കാണിക്കുന്നത്. കടും ചുവപ്പ് പറയുമ്പോൾ 2% കൂടുതൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. ദെൻ വൃക്ക രോഗങ്ങൾ, വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യൂറീമിയ ഇവയൊക്കെ വൃക്ക രോഗങ്ങളാണ്. വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യൂറീമിയ. ദെൻ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാവുന്ന അവസ്ഥയിൽ നമ്മൾ രക്തത്തിൽ വരുന്ന വിസർജന കാര്യങ്ങൾ, വേസ്റ്റുകൾ എന്ത് ചെയ്യണം, ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. നമ്മുടെ വൃക്കയാണ് വിസർജനാവയവം. ഈ വൃക്കക്ക് എന്തെങ്കിലും പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മുടെ വിസർജനം കൃത്യമായിട്ട് സംഭവിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹീമോഡയാലിസിസ് നടത്തുന്നത്.
3 ഘട്ടങ്ങളിലായിട്ടാണ് ഹീമോഡയാലിസിസ് നടക്കുന്നത്. മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ ചേർത്ത ശേഷം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഒരാൾ ഡയാലിസിസ് യൂണിറ്റ് ഒരു മെഷീൻ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം എന്ത് ചെയ്യുന്നു, ഒരു ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ആ രക്തം പുറത്തേക്ക് ഇടുമ്പോൾ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഹെപ്പാരിൻ ചേർക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രവത്തിലേക്ക് വ്യാപിക്കുന്നു. ഈ ദ്രവത്തെ യഥാസമയം നീക്കം ചെയ്യുന്നു. ഡയാലിസിസ് ഡിഫ്യൂഷനിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൽ ആൻറ്റി ഹെപ്പാരിൻ ചേർത്ത് തിരികെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ പുറത്തേക്കെടുത്തപ്പോൾ ഹെപ്പാരിൻ ചേർത്തുന്നു. അപ്പോൾ ബാക്കി ശുദ്ധീകരിച്ചപ്പെടുത്ത ഈ രക്തം അകത്തേക്ക് ശരീരത്തിലേക്ക് കയറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു, ആൻറ്റി ഹെപ്പാരിൻ കൊടുക്കുകയും ചെയ്യുന്നു. രക്തം ശുദ്ധീകരിക്കാനുള്ള മാർഗം ആണ് ഈ നമ്മുടെ ഇരുവൃക്കകളും തകരാറുള്ളൊരു വ്യക്തിയിൽ രക്തം ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് ഹീമോഡയാലിസിസ്. പ്രഷർ മോണിറ്റർ എന്ന് പറയുന്നത് ഈ ഡയാലിസിസ് യൂണിറ്റിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രഷർ മോണിറ്റർ. ഇത് ഉപയോഗിക്കുന്നത് രോഗിയുടെ ഈ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗിയുടെ രക്തസമ്മർദ്ദം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഷർ മോണിറ്റർ ഉള്ളത്. വിവിധ തരം ഡയാലിസിസുകളുണ്ട്. ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, ദെൻ വൃക്ക മാറ്റിവെക്കൽ. അപ്പോൾ വൃക്ക തകരാറിലാവുന്ന അവസ്ഥയിൽ ഹീമോഡയാലിസിസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു വൃക്ക മാറ്റിവെക്കാം. വൃക്ക മാറ്റിവെക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ശരീരത്തിലെടുക്കുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? രക്തഗ്രൂപ്പ് മാച്ചിങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു 2 വൃക്കയുണ്ടായിരിക്കും. ഒരു വൃക്ക ഒരാളുടെ പ്രവർത്തനത്തിന് ഒരു വൃക്ക മതി ശരിക്കും. അപ്പോൾ ഒരു വൃക്ക എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും. ഈ മറ്റൊരാൾക്ക് വൃക്ക 2 ഇരുവൃക്കകളും തകരാറിലായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് വൃക്ക ദാനം ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ദാനം ചെയ്യുമ്പോൾ അവിടെ നോക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്താണ്? രക്തഗ്രൂപ്പ് മാച്ചിങ് ആയിട്ടുള്ള 2 പേർക്ക് നമുക്ക് വൃക്ക മാറ്റിവെക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ അതിൻ്റെ ടിഷ്യൂ മാച്ചിങ് നോക്കണം. ക്രോസ് മാച്ചിങ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വിസർജനം മനുഷ്യനിൽ എങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ത്വക്കിലൂടെ അതുപോലെ തന്നെ കരളിലൂടെയും വൃക്കയിലൂടെയും ഒക്കെയാണ് വിസർജനം സംഭവിക്കുന്നത്. ഈ ഒരു വിസർജനം എന്താണ് മറ്റു ജീവികളിലും സംഭവിക്കുന്നുണ്ട്. അമീബയിൽ എങ്ങനെയാണ്? മുഖ്യ വിസർജന വസ്തു എന്ന് പറയുന്നത് അമോണിയയാണ്. വിസർജന അവയവം എന്ന് പറയുന്നത് സങ്കോച ഫേനമാണ്. മണ്ണിരയിൽ പറയുമ്പോൾ മുഖ്യ വിസർജന വസ്തു യൂറിയയാണ്. വിസർജനാവയവം നെഫ്രീഡിയ. ഷഡ്പദങ്ങളിൽ വിസർജന വസ്തു യൂറിക് ആസിഡാണ്. വിസർജനാവയവം മാൽപീജിയൻ നളികകൾ. മത്സ്യത്തിൽ വിസർജന വസ്തു അമോണിയ. വിസർജനാവയവം വൃക്ക. തവളയിൽ യൂറിയയാണ് വിസർജന വസ്തു. വൃക്കയാണ് അവയവം. ഉരകങ്ങളിൽ യൂറിക് ആസിഡാണ് വിസർജന വസ്തു. വിസർജനാവയവം വൃക്ക. പക്ഷികളിൽ യൂറിക് ആസിഡാണ് വിസർജന വസ്തു. വിസർജനാവയവം വൃക്ക. അപ്പോൾ അമീബയിൽ വിസർജന വസ്തു അമോണിയ സങ്കോച ഫേനത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. മണ്ണിരയിൽ യൂറിയയാണ് വിസർജന വസ്തു. നെഫ്രീഡിയ വഴി വിസർജനാവയവം. ഷഡ്പദങ്ങളിൽ യൂറിക് ആസിഡ് മാൽപീജിയൻ നാളികകളാണ് വിസർജനാവയവം. മത്സ്യത്തിൽ അമോണിയയാണ് വിസർജ്യ വസ്തു. വിസർജനാവയവം വൃക്ക. തവളയിൽ യൂറിയയാണ് വിസർജന വസ്തു. വൃക്കയിലൂടെയാണ് പുറന്തള്ളുന്നത്. ഉരകങ്ങൾ പക്ഷികളിലൊക്കെ യൂറിക് ആസിഡാണ് വിസർജന വസ്തു. വിസർജനാവയവമായിട്ട് വരുന്നത് വൃക്കയാണ്. ദെൻ സസ്യങ്ങളിൽ മറ്റു ജീവികളെ പോലെ തന്നെ സസ്യങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട്. സസ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷമായിട്ട് വരുന്ന വേസ്റ്റുകൾ പുറന്തള്ളുന്നത് പ്രവർത്തനമാണ് സസ്യങ്ങളിലെ വിസർജനം. മനുഷ്യരിൽ അതുപോലെ മറ്റു ജീവികളെ പോലെ തന്നെ സസ്യങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട്. സസ്യങ്ങളിൽ കോശശ്വസനം നടക്കുന്നുണ്ട്. അതുപോലെ പ്രകാശ സംശ്ലേഷണം. ഇതിലൊക്കെ ഉണ്ടാവുന്ന വിസർജ വസ്തുക്കൾ പുറന്തള്ളുന്നതും എങ്ങനെയാണ്? പുറന്തള്ളുന്ന അവയവങ്ങളാണ് സസ്യങ്ങളിലെ വിസർജന അവയവങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിൻ്റെ പ്രകാശ സംശ്ലേഷണം ശ്വസനം വഴി ഉണ്ടാകുന്ന വിസർജന വസ്തുവാണ് കാർബൺ ഡൈ ഓക്സൈഡ്.
ഓക്സിജന് പ്രകാശ സംശ്ലേഷണമായി ഉണ്ടാകുന്ന വിസർജന വസ്തുവാണ്. അതുപോലെ ജലബാഷ്പങ്ങൾ ഇവയെല്ലാം പുറന്തള്ളുന്നത് ഏതൊക്കെ വഴിയാണ്? സ്റ്റൊമാറ്റോ വഴി അല്ലെങ്കിൽ ലെൻറ്റിസെല്ല് വഴിയാണ് സസ്യങ്ങളിൽ നിന്ന് പുറന്തള്ളുന്നത്. സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് ഇളം തണ്ടുകൾ അതുപോലെ തന്നെ ഇലകളിലൊക്കെ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. അതുപോലെ ലെൻറ്റിസെല്ല് എന്ന് പറയുന്നത് കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ്. ഇതിലൂടെയെല്ലാം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ ജലബാഷ്പങ്ങളും പുറത്തുവിടുന്നു. ജലം ലവണങ്ങൾ ഹൈഡ്രോത്തോടുകളിലൂടെയും പുറത്തുവിടുന്നുണ്ട്. ഹൈഡ്രോത്തോട് എന്ന് പറയുന്നത് നമ്മുടെ ഇലകളിലൊക്കെ അതിൻ്റെ ഇലകളിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇലയുടെ ചെറിയ അതിൻ്റെ അഗ്രഭാഗത്ത് മഞ്ഞുതുള്ളി പോലെ കാണാം. അതെന്താണ്? ഇലയുടെ അകത്തു നിന്ന് വന്നിട്ടുള്ള ജലബാഷ്പങ്ങളാണ്. ഇത് ഇങ്ങനെ പുറത്തു വരുന്നതാണ് ഹൈഡ്രോത്തോടുകൾ എന്ന് പറയുന്നത്. ദെൻ ഖരമാലിന്യങ്ങൾ പുറത്തു വരുന്നത് റസിനുകൾ, പുറന്തൊലി, പഴുത്ത ഇലകൾ, കായകൾ കൊയ്യൽ, കാതൽ രൂപീകരണമൊക്കെയാണ് ഖരമാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഇത്. റസിനുകൾ, പുറന്തൊലിയൊക്കെ അതെന്താണ്? പുറന്തൊലി അടർന്നു പോരുന്നുണ്ട്. ഇവയെല്ലാം പഴുത്ത ഇലകളും കായകളൊക്കെ കൊയ്യുന്നത്. കാതൽ രൂപീകരണമൊക്കെ ഖരമാലിന്യങ്ങൾ പുറന്തള്ളുന്ന പ്രക്രിയയാണ്. കാതലിൻ്റെ തന്നിട്ടുള്ളത്. അതുപോലെ കാതലിൻ്റെ ഫിഗർ ഈ നടുക്ക് വരുന്ന ഭാഗം ഇതെന്താണ്? വിസർജന വസ്തുക്കൾ കൂടിയിട്ട് കട്ടി കൂടി വരുന്ന ഭാഗമാണ് കാതൽ രൂപീകരണം. അതുപോലെ വരുന്നതാണ് റസിനുകൾ. മരത്തിൽ നിന്നിട്ടുള്ള വിസർജ വസ്തുക്കളാണ് ഈ ചിത്രത്തിൽ കാണപ്പെടുന്ന റസിനുകൾ എന്ന് പറയുന്നത്. ദെൻ സമസ്ഥിതി പാലനം. ശരീരത്തിൽ ഒരുപാട് അവയവ വ്യവസ്ഥകളുണ്ട്, ഒരുപാട് വ്യവസ്ഥകളും പ്രക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇക്വലിബ്രിയം സമസ്ഥിതി സംരക്ഷിച്ചു പോരേണ്ടതുണ്ട്. സമസ്ഥിതി പാലനത്തിന് ഓരോ അവയവങ്ങളും, ഇപ്പോൾ വിസർജനാവയവത്തിലാണെങ്കിൽ ഓരോ അവയവങ്ങളും കൃത്യമായിട്ട് എങ്ങനെയാണ് സമസ്ഥിതി കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ആദ്യം കരൾ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. അപ്പോൾ കോശത്തിൽ നടക്കുന്ന മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ കരൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ഉണ്ടാകുന്ന അമോണിയയെ നിർവീര്യമാക്കുന്നതും ആരാണ്? യൂറിയയാക്കി നിർവീര്യമാക്കുന്നതും കരളാണ്. ദെൻ വൃക്ക ജലം ലവണത്തിൻ്റെ സന്തുലനം. ശരീരത്തിൽ ജലവും ലവണവും ആവശ്യവുമുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുണ്ടാകുന്ന ഒരുപാട് ഇതിൻ്റെ എക്സസ് ഇത് ഒരുപാടാവാനും ശരീരത്തിൽ പാടില്ല. അപ്പോൾ ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാത്തത് കളയുകയും ചെയ്യുന്നത് ആരാണ്? വൃക്കയാണ്. അതുപോലെ രക്തസമ്മർദ്ദ ക്രമീകരണം ഒരു പരിധിവരെ വൃക്ക ചെയ്യുന്നുണ്ട്. pH ക്രമീകരിക്കുന്നുണ്ട്. മാലിന്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ദെൻ ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുറന്തള്ളൽ, ഓക്സിജൻ്റെ തോത് ക്രമീകരിക്കുന്നു, pHൻ്റെ ക്രമീകരണം. ത്വക്ക് താപനില ക്രമീകരിക്കുന്നു. അതുപോലെ ജലം ലവണ ക്രമീകരണവും ത്വക്ക് ചെയ്യുന്നുണ്ട്. ഈ താഴെ കാണുന്ന കോശങ്ങളിൽ ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിലെ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു. അപ്പോൾ ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ ഈ ഡയഗ്രത്തിൽ തരുന്നത് നടുക്ക് വരുന്ന ഈ ഭാഗം രക്തക്കുഴലുകളാണ്. ഈ രക്തത്തിലൂടെയാണ് ഓരോ വിസർജ വസ്തുക്കളും സംവഹനം ചെയ്യപ്പെടുന്നത്. ഈ രക്തത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവ്യത്തിലേക്കും കോശങ്ങളിലേക്കും എത്തിച്ച് അവിടെയും സമസ്ഥിതി പാലനം നടക്കുന്നു. കരൾ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കൾ നിർവീര്യമാക്കുന്നു. വൃക്ക ജലലവണ സന്തുലനം, രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം, മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, ഓക്സിജൻ്റെ തോത് ക്രമീകരിക്കുന്നു, pH ക്രമീകരണം. ത്വക്ക് താപനില ജലലവണ ക്രമീകരണം. ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് എൻസൈമുകൾക്ക് കോശങ്ങളിൽ പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല അവസ്ഥ നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ശ്വസന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും വളരെ വൈഡായിട്ട് പഠിച്ചു. കൃത്യമായിട്ട് നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്